എത്തിയിട്ടുള്ളത്. ഓക്കെ, പിങ്ക് അവയർനെസിന്റെ 4ാമത്തെ സെഷനിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മളുടെ വിഷയം വെയിറ്റ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ ആരോഗ്യം എന്നത് അതിപ്രധാനമായ ഒരു ഘടകമാണ്, നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. മാനസികാരോഗ്യവും അതുപോലെ തന്നെ ശാരീരാരോഗ്യവും ഒരുമിച്ച് വരുമ്പോഴാണ് അതിന് ആരോഗ്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ നമ്മളുടെ അനാരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയും സമയം തെറ്റിയുള്ള ഭക്ഷണക്രമവും നമ്മളുടെ ശരീരഭാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കണോ അതോ കൂട്ടണോ, ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെ നമ്മുടെ ശരീരഭാരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഡോക്ടർ സഫ്ന എന്നാണ്. ഡോക്ടർ കട്ടിപ്പാറയിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ പ്രൊജക്ട് മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, ടൈം ആയിട്ടുണ്ട്. നമുക്ക് മാമിനെ വെൽക്കം ചെയ്യാം. വെൽക്കം മാം ഈ ഒരു പിങ്ക് ജോബിലേക്ക്, അല്ലെങ്കിൽ പിങ്ക് ഹബിന്റെ ഈ ഒരു സെഷനിലേക്ക് മാമിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കാമോ എന്നെ? യെസ് മാം, കേൾക്കാം. ഞാൻ ഡിസ്പെൻസറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇവിടെ തന്നെ ഇന്നിട്ട് കംപ്ലീറ്റ് ആക്കാൻ ഓപ്പ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. കേൾക്കാമല്ലോ അല്ലെ? യെസ് മാം, കേൾക്കാം. ഓക്കെ, അപ്പം താങ്ക് യു എന്നെ ഈ ഒരു സബ്ജക്ട് എടുക്കാൻ വേണ്ടി വിളിച്ചതിന് ഞാൻ ഇതിന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അമിതമായ ഭാരം അത് ഇന്നത്തെ കാലത്ത് ഭയങ്കരമായ ഒരു പ്രശ്ന സമയത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പം ഞാൻ യൂഷ്വലി എൻ്റെ ഒരു ഒപിയില് പീഡിയാട്രിക് ഗൈനക്കാണ് കൂടുതലും നോക്കുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് WHO ഒരു ഗൈഡ് ലൈൻസ്, ഞാൻ 2015 എനിക്ക് ഞങ്ങൾക്കൊരു ഗൈഡ് ലൈൻസ് പുതുത് വന്നു. കുട്ടികളുടെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ തടി വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മമാര് വരുമ്പോൾ മരുന്ന് കൊടുക്കരുത് നിങ്ങൾ. അപ്പം അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് 2014-15 ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമുക്കൊക്കെ ഈ ഭയങ്കര മെലിഞ്ഞ് ഗ്രഹണി പിടിച്ച പിള്ളേരൊക്കെ അന്നേരം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താ, നമ്മൾ ഇത് WHO പറഞ്ഞത് കൊണ്ട് ഇത് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് ചേർന്നതായിരിക്കില്ലായിരിക്കും, ഇത് അവര് പുറത്തെ വെസ്റ്റേൺ കൺട്രീസിലെ കാര്യമായിരിക്കും പറയുന്നതെന്നാണ് ആദ്യം വിചാരിച്ചത്. ബട്ട് വിത്തിൻ ഒരു 3-4-5 years ആകുമ്പോഴത്തേക്കും ആ കറക്റ്റ് ഗൈഡ് ലൈൻസിന്റെ കാരണം നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ബിക്കോസ് നമുക്ക് മെലിഞ്ഞ ആൾക്കാരെ ഈവൻ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ പോലും കുട്ടികളുടെ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് പോലും വളരെ കുറവാവാൻ തുടങ്ങി. ഇപ്പൊ അമ്മമാര് കുഞ്ഞ് കഴിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിലും ആളുടെ ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി അത് നോർമൽ തന്നെ ആയിരിക്കും. പിന്നെ അമ്മയുടെ സമാധാനത്തിന് വല്ല അപ്പറ്റൈസർ, വിശപ്പ് കൂടാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഗൈഡ് ലൈൻസിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ വണ്ണം മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണ് കുറെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ലോകാരോഗ്യ സംഘടനയെല്ലാം അതില് കുറച്ചും കൂടി അവരുടെ റിസർച്ചുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെയാണ് ഇപ്പൊ 2024 വന്ന് നിൽക്കുമ്പോൾ നമ്മള് വളരെ റെലവെന്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് അമിത വണ്ണത്തിനെ നമ്മൾ എങ്ങനെ ചെറുക്കാം എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഒരു ഇപ്പം വണ്ണം കൊണ്ട് ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഉദാഹരണത്തിലായിട്ട് ഇപ്പം പ്രമേഹമാണെങ്കിലും ഹൈപ്പർ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട്, രണ്ടാമത്തത് PCOD, പിന്നെ ഈ വളരെ വണ്ണം കൂട്ടിയിട്ട് നമ്മുടെ അനാരോഗ്യപരമായ ഒരു അവസ്ഥ, ഇതെല്ലാം വളരെ നേരത്തെ തന്നെ ആൾക്കാർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ 40 കഴിഞ്ഞ് 50-കളിലായിരുന്നു പ്രമേഹവും പ്രഷറും ആക്കുന്നത്, പിന്നെ അത് 40-കളിൽ എത്തി, ഇപ്പം 30-കളും കഴിഞ്ഞ് 20-കളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. PCOD ഒക്കെ കുട്ടികൾ മെനാർക്കാകുമ്പം ആദ്യമായിട്ട് തന്നെ പീരീഡ്സ് ആവുന്ന സമയം തന്നെ അത് മാസം തെറ്റി അത് PCODയിലേക്ക് ഡയഗ്നോസ് എന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ നിലവില് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ തീർച്ചയായും എവിടെയാണ് നമ്മളുടെ പ്രശ്നം പറ്റുന്നത്, നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ കുറെ ആൾക്കാരോട് ചോദിക്കും ഭക്ഷണം ഒന്നും കഴിക്കാണ്ടിരിക്കുക എന്നിട്ട് എങ്ങനെ തടി മെലിയുന്നില്ലല്ലോ എന്ന്. അപ്പം അപ്പൊ ഇത് വളരെ സയന്റിഫിക് ആയിട്ട് നമുക്ക് ഇതിനെ ഡീൽ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. പല ആൾക്കാരും ഇതൊരു തടി കുറയാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ പരിഹാരമായിട്ട് പല പരസ്യങ്ങളിലൊക്കെ വേണം നമുക്ക് കാണാൻ പറ്റും, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തടി കുറയും. പക്ഷെ ഒരിക്കലും നമുക്കൊരു സിംഗിൾ പ്രൊഡക്ട്സിലേക്ക് നമ്മൾ ചുരുങ്ങിയിട്ട് തടി കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല.
പണ്ടത്തെ നമ്മള് ആയുർവേദത്തിലെ ഒരു കോട്ടിങ് തന്നെ ഉണ്ട്. സ്ഥൂലനാണ് ചികിത്സ ഇല്ലാത്തത്, അതുകൊണ്ട് മെലിഞ്ഞിരിക്കുക എന്നുള്ളത് വരമാണ്. ഇപ്പം 5000 വർഷങ്ങൾക്ക് മുന്നെയാണ് ആ ഗ്രന്ഥത്തിൽ അത് എഴുതിയിരിക്കുന്നത്. അതായത് സ്ഥൂലന് ചികിത്സയില്ല, സ്ഥൂലന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചികിത്സ, മെലിഞ്ഞിരിക്കുക, കാർശ്യമായി ഇരിക്കുക എന്നുള്ളതാണ് വരം എന്നാണ് അതിൽ പറയുന്നത്. അപ്പം അത് ഇന്നത്തെ കാലത്ത് വളരെ റെലവന്റ് ആണ്. മെലിഞ്ഞിരിക്കുന്ന ഒരാളെ ചികിത്സിക്കുന്നതിനെക്കാട്ടിലും 10 ഇരട്ടി ബുദ്ധിമുട്ടാണ് നമുക്ക് തടിച്ചൊരാളെ മെലിയിച്ച് കൊണ്ടുവരാനുള്ളത്. ഒന്നാമതേ നമുക്ക് ഒരാളോട് സ്നേഹപരമായി പറയണ ഒരു കാര്യങ്ങളും വണ്ണം കുറയ്ക്കാൻ വേണ്ടി പറയുന്നത് നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മളെ കുട്ടികളോടാണെങ്കിലും അഡൽസിനോടാകും, വീട്ടിലുള്ള വലിയ ആൾക്കാരോടാണെങ്കിൽ പോലും എവിടെയൊക്കെ നമ്മൾ അത് ഇടപെടണം എന്നുള്ളത് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കണം. ഒന്നാമത് നമുക്കറിയാം, പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ആഹാരം, പിന്നെ രണ്ടാമത് നമ്മളുടെ വിഹാരം, നമ്മളുടെ രീതികൾ. ആ വിഹാരത്തിൽ വരുന്നതാണ് എക്സസൈസ്, വ്യായാമം. വ്യായാമം ഈ മൂന്നാല് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ അമിത വണ്ണത്തിൽ നിന്നും നമ്മൾക്ക് എന്താക്കാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഇതെല്ലാം സയന്റിഫിക് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഈ ഒരു ഗ്യാതറിംഗിൽ, വളരെ കുറച്ച് ആൾക്കാരാണെങ്കിൽ പോലും ഈ ഒരു ഗ്യാതറിംഗിൽ നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഭാരത്തെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ഗ്ലിംസ് തരാൻ വേണ്ട. എല്ലാവർക്കും അറിയാം, ഡയറ്റിംഗ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഡയറ്റിംഗ് ആണ്, രാത്രി ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ അത് ഡയറ്റിംഗ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഇത്രയും കഴിക്കില്ല. ഈ ഡയറ്റിംഗ് എന്ന് പറഞ്ഞൊരു വാക്ക് ഭയങ്കര ഇംപ്രോപ്പർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നുള്ള ഒരു വാക്കിന് അർത്ഥമില്ല ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം പട്ടിണി കിടക്കാതെ എങ്ങനെ ഡയറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ കലോറിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് അല്ലെ. ഇവിടെ അത് OP എഴുതിയിട്ടില്ല, ഇപ്പോഴും OP തന്നെ ഇരിക്കുക. അപ്പൊ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പാടത്ത് പറമ്പിലൊക്കെ നിന്ന് കിളച്ചുകൊണ്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, വീടിനകത്ത് 24 മണിക്കൂറും പണി തീരാത്ത ആൾക്കാരുണ്ട്, പശു, ആട് മുതലായ നാൽക്കാലികളെ വളർത്തുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ അവരൊക്കെ കഴിക്കുന്ന കലോറി ഇരുന്ന് ജോലി എടുക്കണം ഞാൻ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എത്ര എനർജി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്, ആ എനർജിയെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് എത്ര എനർജി വേണം ഒരു ദിവസത്തെ എനിക്ക് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതിനെ കുറിച്ച് എനിക്കറിയാം. അപ്പൊ ആ കലോറിനെ കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാ അത് നമ്മളെ ഫിസിക്കൽ ടാസ്കിനെ അപേക്ഷിച്ചാണ് നമ്മൾ കഴിക്കേണ്ട ആഹാരത്തിന്റെ കട്ടി നമുക്ക് തീരുമാനിക്കേണ്ടത്. തീർച്ചയായും അപ്പോ നല്ല അധ്വാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള, വിയർത്തൊഴുകി അധ്വാനിച്ച് ജോലി ചെയ്യിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം കുറച്ചും കൂടിയും ഹെവി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അത് അവരുടെ ഡയറ്റിംഗ് തന്നെയാണ്. നല്ല ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവരുടെ ഡയറ്റിംഗ് ആണ്. ഇപ്പൊ സെഡൻറ്ററി ജോലി ചെയ്യുന്ന ഞാന്, അതുപോലെ അല്ലെങ്കിൽ ഇപ്പം ഒരു ഓഫീസ് വർക്ക്, ഇരുന്ന് ചെയ്യുന്ന ഓഫീസ് വർക്കുള്ള ആൾക്കാർ, ടീച്ചർമാർ, ഇത്രക്കും ഭയങ്കര ദേഹാധ്വാനം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും അവരുടെ ഡയറ്റിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് വേണം. അപ്പൊ നമ്മൾ അത് ആലോചിക്കുക. അപ്പൊ ഫസ്റ്റ് അതെങ്ങനെയാ അത് കൺക്ലൂഡ് ചെയ്യാന്ന് പറയാം. നമ്മളുടെ ആഹാരത്തില് പ്രധാനപ്പെട്ട മൂന്ന് ന്യൂട്രിയൻസ് ആണുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീന്, ഫാറ്റ്. ബാക്കി വൈറ്റമിൻസും മിനറൽസ് ഒക്കെ വളരെ ചെറിയ രീതിയിൽ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പം ഡിസ്പെൻസറിയിൽ ഞാൻ ഒറ്റക്കായിന്റെ കാര്യങ്ങളാ. അപ്പം സോറി. അപ്പൊ നമുക്ക് ഡയറ്റില് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 3 പദാർത്ഥങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ കഴിക്കുന്ന ആഹാരത്തിന്റെ മേജർ പാർട്ടുകൾ. 98% നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മളൊരു മലയാളിയെ സംബന്ധിച്ചോളം രാവിലെ നമ്മൾ അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. പുട്ടോ, ഇഡ്ഡലി, ദോശ, അപ്പം, പത്തിരി, ഇതെല്ലാം അരിയാഹാരമാണ്. അപ്പൊ അരിയാഹാരത്തില് കാർബോഹൈഡ്രേറ്റ്, അതായത് അന്നജത്തിന്റെ അളവാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനുപയോഗിക്കുന്ന കറി നമ്മൾ നോൺ വെജിറ്റേറിയൻ കറികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് പ്രോട്ടീനും ഫാറ്റും അടങ്ങിയിരിക്കും. അപ്പൊ നമ്മൾ ഈ മെയിൻ നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം അന്നജമാണ് രാവിലെ തന്നെ. ഉച്ചയ്ക്ക് നമ്മൾ തീർച്ചയായും ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ചോറ് കഴിക്കുന്ന സമയത്ത് ആ ചോറിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പൊ എത്ര തവി ചോറാണ് നമ്മൾ ഇടുന്നത് അത്രയും കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കുന്നത്. പ്ലസ് അതിന്റെ സൈഡ് ഡിഷുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പേരികളിലാണ് വിറ്റാമിൻസും മിനറൽസും ബാക്കി ന്യൂട്രിയൻസും ഒക്കെ ഉള്ളത്. അപ്പോ അങ്ങനെ വരുമ്പം നമുക്ക് അങ്ങനെ ഈ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഡയറ്റിൽ നമ്മൾ എത്ര കഴിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് നല്ലൊരു ബോധം വേണം. പിന്നെ വൈകുന്നേരം തീർച്ചയായും വൈകുന്നേരം ചോറ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, വൈകുന്നേരം രാവിലത്തെ പലഹാരങ്ങൾ കഴിക്കുന്ന ആൾക്കാരുണ്ട്. രാവിലത്തെ പലഹാരങ്ങൾ വീണ്ടും ഈ പുട്ടും ഇഡ്ഡലിയും ദോശയൊക്കെ ആണെങ്കിൽ അത് വീണ്ടും ചോറ് കഴിക്കുന്നതിന് തുല്യം തന്നെ ആവുള്ളൂ.
അപ്പൊ ഇതെങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാല് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ടോട്ടൽ എനർജിയുടെ ടോട്ടൽ എനർജിയുടെ 1/4 ഭാഗം വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് നമ്മൾക്ക് ഇന്ന് ഇപ്പം എനിക്കൊരു 1000 കിലോ കാലറി എനർജി വേണമെങ്കിൽ അതിന്റെ 1/4 ഭാഗം ഒരു 250 ഗ്രാം ഇതിന്റെ ടോട്ടൽ ഡേയിൽ നമുക്ക് അതിന്റെ കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജത്തിൽ നിന്ന് മതി. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന ഉച്ചക്കത്തെ ഞാൻ 3 തവി ചോറ് തിന്നുന്ന ഒരാളാണെങ്കിൽ അതിൽ തന്നെ 250 കൂടുതൽ നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി എന്നുള്ളതാണ്. അപ്പോ അവിടെ നമ്മളുടെ ഡയറ്റിൽ ചെറിയൊരു മിസ്റ്റേക്സുകൾ വന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർബ് ഡയറ്റ് വെറും 100 കിലോ കാലറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദേഹാധ്വാനമുള്ള ഒരാളുടെ എനർജി ആണ് ഒരു ദിവസത്തെ അല്ലെ. ഇപ്പം അതിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ലാക്ടേറ്റിംഗ് മദർ അതായത് മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ കുറച്ചും കൂടി കാലറി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിലും നമുക്ക് ലാക്ടേറ്റിംഗ് പ്രഗ്നൻസിയിലൊക്കെ കുറച്ചും കൂടി കാലറി ആവശ്യമുള്ള സമയമാണ്. അത് അവരെ മാറ്റി നിർത്തിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ അന്നജത്തിന്റെ അളവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചോറിന്റെ അളവ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇപ്പൊ ചോറിന് ഉപയോഗിക്കുന്ന ചോറ് പോലെ തന്നെയാണ് പത്തിരി, പുട്ട്, ഇഡ്ഡലി, ദോശ എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങ്, കപ്പ, ചേമ്പ് ഇതുപോലെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനങ്ങളിലും കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് ആ മരം സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് അന്നജമാണ്. അപ്പൊ ഇത്തരം സാധനങ്ങളെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ രാത്രിയിൽ പുഴുക്ക് കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. രാത്രിയിലെ ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് പുഴുക്കാണ് ഡോക്ടറെ കഴിക്കുന്നത്. ഈ പുഴുക്കിനകത്ത് ചേമ്പുണ്ടാവും, ചേനയുണ്ടാവും, പിന്നെ കപ്പയുണ്ടാവും. അപ്പം ചോറ് കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി വേറെ രീതിയിൽ കാർബോഹൈഡ്രേറ്റ് അകത്തോട്ട് പോകുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സിനെ കുറിച്ചിട്ടും അതിന്റെ കാലറിനെ കുറിച്ചിട്ടും ആദ്യം ബോധവാന്മാരായിരിക്കുക. കാർബോഹൈഡ്രേറ്റിന്റെ അളവിനെ ആദ്യം കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് ഭയങ്കര ജന്മം കൊണ്ട് സാത്മ്യമാണ് 3 നേരവും അന്നജമായി കഴിക്കുന്നത്. അറിയാലോ, നമ്മൾ അങ്ങനെ ജന്മം കൊണ്ട് സാത്മ്യമായത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്ത്യ മഹാരാജ്യത്തില് കേരളം എന്നുള്ള സംസ്ഥാനമാണ് ഷുഗർ രോഗികളുടെ അതായത് പ്രമേഹ രോഗികളുടെ തലസ്ഥാനമായി അറിയപ്പെടുന്നത്. ഈ ഷുഗറിന്റെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് മെറ്റ്ഫോർമിൻ. ഈ മെറ്റ്ഫോർമിൻ കമ്പനി തന്നെ ജീവിക്കുന്നത് നമ്മൾ കേരളത്തിലെ മനുഷ്യന്മാരുടെ ഉപയോഗം കൊണ്ടാണെന്നാണ് കഴിഞ്ഞ ഒരു റിസർച്ച് വർക്കിൽ എനിക്ക് വായിക്കാൻ പറ്റിയത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ഒരു ഷുഗർ രോഗി ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം ആയുസുണ്ടോ അത്രയും കാലം നമ്മൾ ഈ മരുന്ന് വാങ്ങിക്കുകയാണ്. അപ്പൊ ഈ മരുന്ന് കമ്പനികൾക്ക് ഇവിടെ എത്ര പേര് വേര് കിട്ടുന്നത് കേരളത്തിലെ ഷുഗർ രോഗിയുടെ അണ്ടന്റാണ്. അപ്പൊ നമ്മളുടെ ഈ അന്നജമായ അതായത് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റിന്റെ ഇൻടേക്ക് ആണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ പുരാണങ്ങളിൽ നേരത്തെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരും അങ്ങനെ തന്നെ ആയിരുന്നെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെ ഇതിനകത്ത് നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് 1/4 ആക്കി. അപ്പൊ 3 തവി ചോറ് കഴിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ 1 തവി മാത്രമേ ഞാൻ ചോറ് കഴിച്ചിട്ട് ബാക്കി കഴിഞ്ഞ് ഞാൻ പട്ടിണി കിടക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അത്രയും സ്ഥലത്ത് നമ്മൾ ഗ്രീൻ ആയിട്ടുള്ള ഗ്രീനറീസോ പ്രോട്ടീൻസോ അല്ലെങ്കിൽ ഉപ്പേരികളുടെ അളവുകൾ ധാരാളം ഉപയോഗിക്കുക എന്നുള്ളതാണ് അവിടെ ഒരൊറ്റ സിമ്പിൾ ആയിട്ട് വഴി. ഇപ്പം വീട്ടമ്മമാരൊക്കെയാണ് പ്രോട്ടീൻ ആണോ വൈറ്റമിൻ ആണോ ഞാൻ കഴിക്കുന്നതൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അതൊന്നും ഒഴിവാക്കുക. അതിൽ ചെറിയൊരു എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്നതാണ് ചേന. നാര് കൂടുതലാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് 51 വരുന്നുള്ളൂ. മറ്റ് കപ്പേനും ചേമ്പിനെ അപേക്ഷിച്ച് മധുരക്കിഴങ്ങിനൊക്കെ അപേക്ഷിച്ച് കുറവാണ്. അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജനറൽ ആയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമുക്ക് ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്ഥലത്ത് കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് മിക്കവാറും ആ ചെടി ശേഖരിച്ച് വെക്കുക. അത് നമ്മൾ അന്നജം തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ 3 തവി കഴിച്ച് നമ്മളെ വയറ് നിറയ്ക്കുന്ന ഒരാളാണെങ്കിൽ വയറ് നിറച്ചിരിക്കണം തീർച്ചയായിട്ടും. അപ്പം പക്ഷെ നമ്മൾ അളവ് കുറച്ചിട്ട് ഉപ്പേരികളുടെ അല്ലെങ്കിൽ സൈഡ് ഡിഷുകളുടെ അളവ് വളരെ അധികം കൂട്ടുക. രാവിലെ ഉച്ചയ്ക്ക് തന്നെ ഒരു നേരം ഇച്ചിരി കാർബോഹൈഡ്രേറ്റ് കഴിച്ചത് ഒരു തെറ്റുമല്ല. നല്ല വിശപ്പുള്ള ഒരു സമയമാണ് അല്ലെ. ദഹനരസങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അല്ലെങ്കിൽ അഗ്നി സോ കോൾഡ് ഡൈജസ്റ്റീവ് ഫയർ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയമാണ് ഉച്ച സമയം, ലഞ്ച് ടൈം. അപ്പൊ ആ സമയത്ത് കുറച്ച് കാർബോഹൈഡ്രേറ്റ് കഴിച്ച് അതിന് സൈഡ് ഡിഷ് ധാരാളം കഴിച്ചു നാരുകളും വിറ്റാമിൻസുകളും മിനറൽസുകളും അടങ്ങിയിരിക്കുന്ന ഉപ്പേരികളൊക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മളുടെ അതാണ് ഡയറ്റിങ്. അല്ലാതെ പട്ടിണി കിടക്കുന്നതല്ല ഡയറ്റിങ്. പിന്നെ നമ്മളുടെ ഇപ്പൊ രാത്രിയില് ഇപ്പൊ ഞാൻ പേഷ്യന്റ് പറഞ്ഞു നിങ്ങൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ റാഗിയോ അല്ലെങ്കിൽ ഈ ചെറുധാന്യങ്ങൾ ഏതെങ്കിലും ചെറുധാന്യങ്ങളാണ്. ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ ധാന്യങ്ങളും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ദോശ ഉണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം അല്ലെ. റാഗി കൊണ്ടൊക്കെ പുട്ടുണ്ടാക്കാം, തിന കൊണ്ട് പുട്ടുണ്ടാക്കാം, ചോള കൊണ്ട് പുട്ടുണ്ടാക്കാം. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ചാല് നമ്മളെ അരി അത് നമ്മളിപ്പോ കഴിക്കുന്ന അരി സിൽക്കി സോട്ടക്സ് റൈസ് ആണ് അല്ലെ. കടകളിലൊക്കെ പരസ്യങ്ങളിലൊക്കെ കാണാം നമ്മൾ സിൽക്കി സോട്ടക്സ് റൈസ്, അതായത് തവിടിന്റെ ഒരംശവും ഇല്ല എന്നുള്ളതാണ്.
അപ്പൊ തവിടിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ തുമ്പപ്പൂ തൂശനരി ചോറുകളിലേക്ക് മാറുന്ന നേരം ഇതിലെ കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ റിഫൈൻഡ് ആയിട്ട് നിൽക്കുവാണ്. കാർബോഹൈഡ്രേറ്റ് വെരി വെരി റിഫൈൻഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ അതിനകത്തുള്ള നാരുകളുടെ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന്റെ ഒക്കെ അളവ് വളരെ കുറഞ്ഞ് നമ്മൾ വീണ്ടും ഷുഗറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. കുറച്ചുകൂടി പ്രോസസ്ഡ് അല്ലാത്ത, അതായത് ഈ നെല്ലുത്തരിയുടെ ചോറ് പോലെ അല്ലെങ്കിൽ ചെമ്പ അരി ചോറ് പോലത്തെ ചോറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾക്ക് അതിനകത്തുനിന്ന് കഴിക്കുന്ന ഒരു തവി ചോറിനകത്തുനിന്ന് നമുക്ക് എന്താക്കാൻ പറ്റും, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു മലയാളികളെ സംബന്ധിച്ചോളം കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചാൽ തന്നെ നമ്മൾ ഡയറ്റിംഗ് സ്റ്റാർട്ട് ആയി എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഡയറ്റിംഗ്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി മുതൽ ഭക്ഷണം നമ്മൾ രാവിലെ പത്തിരിക്കാണെങ്കിലും അല്ലെങ്കിൽ പുട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ആലോചിക്കണം, വീണ്ടും നമ്മൾ കാർബോഹൈഡ്രേറ്റ് അരി ആഹാരം തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ അതിന്റെ അളവ് കുറച്ച് നമുക്ക് സൈഡ് ഡിഷുകളുടെ ഉപ്പേരികളുടെയും കറികളുടെയും അളവ് കൂട്ടിയെടുത്താൽ തന്നെ വയറ് ഫുള്ളാവുകയും ചെയ്യും. നമുക്ക് അതായത് വയറെരിഞ്ഞിട്ടുള്ള അൾസർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്ലസ് നമ്മൾക്ക് ഡയറ്റിംഗ് ആവുകയും ചെയ്യും. ഇനി രാത്രിക്കത്തെ ഭക്ഷണത്തിലോട്ട് വരുമ്പോൾ രാത്രിക്കത്തെ ഭക്ഷണം നേരത്തെ കഴിക്കണം. ഒരു 6:45 to 7:38 ആകുമ്പോഴത്തേക്കും നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം. ആ കഴിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും വേറൊരു ധാന്യം എടുക്കുന്നതായിരിക്കും നല്ലത്. അരി അല്ലാത്ത ഗോതമ്പാവാം, എല്ലാ ദിവസവും ഗോതമ്പാവണമെന്നില്ല, മറ്റേതെങ്കിലും ചെറുധാന്യങ്ങളിൽ ഏതെങ്കിലും ചേർത്തെടുക്കാം. പിന്നെ ഈ ഗോതമ്പിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഓൾമോസ്റ്റ് 58 വരുന്നുണ്ട്. ഗ്ലൈസീമിക് ഇൻഡെക്സ് ഓഫ് റൈസ്, അതായത് അരിയുടേത് 60 ആണ്. 60 മറ്റേത് 58. അപ്പൊ ഇത് ഭയങ്കര ഡിഫറൻറ് ഒന്നുമില്ല, ഒരു മാർജിനൽ കുറച്ച് ഡിഫറൻറ്റേ ഉള്ളൂ അരിയും ഗോതമ്പും തമ്മിൽ. പക്ഷെ എവിടെയാ നമുക്ക് വ്യത്യാസം വരിക? നമ്മൾ അരി തിന്നുന്ന മാതിരി ഗോതമ്പ് തിന്നില്ല. കാരണം വെച്ചാൽ ഗോതമ്പ് ചപ്പാത്തി 1 or 2 നമ്മൾ കഴിക്കുകയാണെങ്കിൽ അരി നമ്മൾ 1 തവി 2 തവി എടുക്കുന്നതിനെക്കാട്ടിലും വളരെ കുറച്ചാണ് നമ്മൾ ചപ്പാത്തി കഴിക്കുന്നതെന്നാ. ചില ആൾക്കാരുണ്ട് ചപ്പാത്തി തന്നെ 5-10 എണ്ണം അങ്ങോട്ട് കഴിക്കും, എന്നിട്ട് രാത്രി ചപ്പാത്തിയെ കഴിക്കുന്നെന്ന് പറയും, തടി കുറയുന്നില്ല എന്നായിരിക്കും കംപ്ലൈന്റ്. അപ്പൊ ഈ ചപ്പാത്തി 5-10 എണ്ണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറ് കഴിക്കുന്നത് പോലെ തന്നെ ആവുള്ളൂ. കാരണം അത്രയും ഗ്ലൈസീമിക് ഇൻഡെക്സിന്റെ ഡിഫറൻസ് വളരെ കുറച്ചേ വരുന്നുള്ളൂ. അപ്പൊ തീർച്ചയായും നേരത്തെ ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. കാരണം ഗോതമ്പ് മറ്റ് ചോറിന്റെ അളവിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ശരീരത്തിൽ അത് ദഹിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന്റെ അളവ് ആവശ്യമുള്ള സാധനമാണ് ഗോതമ്പെല്ലാം. വെള്ളം കുടിക്കണം. അപ്പൊ അതിന്റെ അളവ്, ചപ്പാത്തിന്റെ അളവ് 2 മാക്സിമം 3 വിശപ്പിനനുസരിച്ച് നിങ്ങളുടെ വിശപ്പിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഡയറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എക്സസൈസ്. ഒള്ളി ഡയറ്റിംഗ് കാരണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സ്, ആയുർവേദത്തിൽ തടി കുറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ, കഷായം ഉണ്ടോ, അരിഷ്ടം എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആയുർവേദ ഡോക്ടർ നിലയ്ക്ക് ഞാൻ പറയും, മരുന്ന് ഒരു പരിധി വരെ 10 മുതൽ 20% വരെ എഫക്ട് ഉള്ളൂ. ബാക്കി 80% നമ്മളുടെ ജീവിതശൈലിയും വ്യായാമത്തിലും ഉതകുന്നതാണ് നമ്മളുടെ. അപ്പൊ വ്യായാമം വളരെ പ്രധാനമാണ്. വ്യായാമം ഇപ്പം എനിക്ക് ഈ പിങ്ക് പ്രോഗ്രാം ആയത് കാരണം തന്നെ ഞാൻ കൂടുതലും ലേഡീസ് ആണ് എന്റെ വ്യൂവേഴ്സ് എന്നുള്ളത്. നമ്മൾക്ക് സ്ത്രീകൾക്ക് തന്നെ ഒരുപാട് അവസരങ്ങൾ വരുവാണ് തടി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ഒരു ഗർഭിണിയാവുന്നത്, കുട്ടിക്ക് പാല് കൊടുക്കുന്നത്, ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് മെലിഞ്ഞിരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം. കാരണം മെലിഞ്ഞിരിക്കുന്നതിന് അതിന് ദോഷഫലങ്ങളുണ്ട്. മാത്രമല്ല, ഇപ്പം ഒരു ആദ്യമായിട്ട് ഗർഭിണിയാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അതുവരെ ആ കുട്ടിയുടെ യൂട്രസ് എന്ന് പറയുന്നത്, ഗർഭാശയം എന്ന് പറയുന്നത് ഒരു കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ എത്ര വലുപ്പമുണ്ടാവും, ഇതാണ് മാക്സിമം വലുപ്പം. ഒരു കുഞ്ഞു ബോളിന്റെ അത്ര വലുപ്പമാണ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു യൂട്രസ് ഒരു 3-3.5 കിലോഗ്രാം ഭാരമുള്ള കുഞ്ഞിനെയും അതിനെ ചുറ്റിലും കുറെ വെള്ളം 12 കിലോ വരെ വരുന്ന ഒരു വെയിറ്റിനെ തൂങ്ങുന്ന രീതിയിൽ യൂട്രസ് അത്രയും വലുതാവുന്നുണ്ട്. ഇത് ലേഡീസിന് മാത്രം സംഭവിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ആ സമയത്ത് ലേഡീസ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നോർമൽ ആയിട്ട് വയറിന്റെ ഭാഗത്തേക്ക് കുറച്ച് ഫാറ്റ് ലോബ്യൂൾ വരും. കാരണം എന്താ വെച്ചാല് ഈ യൂട്രസിന്, അതായത് ഗർഭാശയത്തിന് ഒരു മസ്കുലാർ ഓർഗനാണ്. അതായത് അത് മസിൽ കൊണ്ട് മാത്രമാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്, എല്ലൊന്നും ഇല്ല അതിനകത്ത്. അപ്പൊ ഈ മസ്കുലാർ ഓർഗനെ നമ്മൾ ഇത്രയും വലുതാവുന്ന സമയത്ത് അവിടെ നമ്മൾ ഈ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് നോർമലി ഇപ്പൊ ഒരു മെലിഞ്ഞ ആളാണെങ്കിൽ പോലും നമ്മുടെ ഈ വയറിന് ചുറ്റിലേക്ക് കുറച്ച് ഫാറ്റ് ലോബ്യൂൾസ് നോർമലി വരും. അത് വളരെ നോർമലാണ്. നമുക്കൊരു 9 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ ഹെൽത്തി ആയിട്ട് പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാറ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ ഫാറ്റ് ലോബ്യൂൾസ് ഒക്കെ നമ്മളെ ഈ യൂട്രസിന് ചുറ്റും, യൂട്രസിന് കുറച്ച് വേരുകളുണ്ട്, അങ്ങനെ നമ്മളെ എല്ലുമിലേക്ക് പിടിച്ച് കെട്ടി ഇങ്ങനെ നിർത്തുന്ന സാധനങ്ങളുണ്ട്, നാരുകൾ എന്നൊക്കെ പറയുന്ന ലിഗമെന്റ്സ് ഉണ്ട്. ഈ ലിഗമെന്റ്സിന്റെ ചുറ്റിലും ഒരു ബെഡ് പോലെ, ഒരു എന്താ പറയുക, ഷോക്ക് അബ്സോർബർ പോലെ കുറെ ഫാറ്റ് ലോബ്യൂൾ നോർമലി വരണം. അത് വളരെ അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ട് കുഞ്ഞിനെ 9 മാസം ചുമക്കാൻ കഴിയില്ല. അപ്പോ അങ്ങനെ വരുന്ന ഈ ഫാറ്റ് വളരെ നോർമലാണ്. പക്ഷേ 9 മാസം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഫാറ്റ് പോകുന്നില്ല.
നോർമലി അപ്പൊ നമ്മളെ വയറിന്റെ അളവ് കൂടാൻ പോവാണ്. അപ്പൊ പിന്നെ അന്നേരം തന്നെ ഉടനെ തന്നെ നമ്മളിപ്പോ ഒന്നുകിൽ സിസേറിയൻ ആയിരിക്കും അല്ലെങ്കിൽ നോർമൽ ഡെലിവറി. ഈ സിസേറിയൻ ആയ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു മുറിവിന്റെ ചികിത്സ എന്തായാലും നമ്മൾ ചെയ്തിട്ട് അതിന് ആ മുറിവ് ശരിക്കും ഉണങ്ങി ഉറപ്പല്ലാതെ ഒരു എക്സസൈസും ചെയ്യാൻ പറ്റില്ല. ഇനി മറ്റേ നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും നമ്മുടെ മസിലൊക്കെ കുറച്ച് വീക്ക് ആയിട്ടുണ്ടാവും. കാരണം എല്ലാം ഒരു ഫ്ലാസിഡ് പോലെ ആയിട്ടുണ്ടാവും. ഉടനെ തന്നെ പെട്ടെന്ന് ഒരു എക്സസൈസിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. തീർച്ചയായും ഡയറ്റിങ്ങും ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധിയിലപ്പുറത്ത് ഡയറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. മരുന്നുകളിലൊക്കെ വെച്ച് വ്യത്യാസങ്ങൾ വരുത്താന്നല്ലാതെ ഒരു പരിധിയിലപ്പുറത്ത് ഒരു ലാക്ടേറ്റിംഗ് ലേഡിക്ക് ഡയറ്റിങ്ങോ അല്ലെങ്കിൽ എക്സസൈസോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പൊ നമുക്ക് നോർമലി തടി വെക്കാനുള്ള പല ഒരു സിറ്റുവേഷൻ സെനാരിയോയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡെലിവറിക്ക് ശേഷം പോസ്റ്റ് ഡെലിവറി ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കുറെ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടല്ല, നമ്മുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ കുറെ ഫാറ്റുകൾ നമ്മളെ വയറിന് ചുറ്റിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റാം എന്നുള്ളത് നിങ്ങളോട് ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും കുറെ ആൾക്കാർ, മെജോറിറ്റി ആൾക്കാർ ലേഡീസ് ആയതുകൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇപ്പോ പണ്ടത്തെ കാലത്ത് പ്രസവരക്ഷാ മരുന്നുകൾ വളരെ അത്യാവശ്യമായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ അടുത്ത പ്രസവത്തിലേക്ക് ഈ ലേഡിക്ക് നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. കാരണം വെച്ചാൽ ഒരു വീട്ടിൽ 10-12 പ്രസവം ഉണ്ടാവുമായിരുന്നു ഒരു ലേഡിക്ക്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ 1-2 അല്ലെങ്കിൽ 3-4 അതിലപ്പുറത്തേക്ക് നമ്മൾ പ്രസവിക്കുന്നില്ല. അപ്പൊ തന്നെ നമ്മൾ സ്പേസിങ് ഒരു പ്രസവം കഴിഞ്ഞാൽ അടുത്ത പ്രസവത്തിലേക്കുള്ള നേരം കുറച്ചും കൂടി കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പ്രസവരക്ഷാ മരുന്നുകളും അത്യാവശ്യം മോശമില്ലാതെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അവെയർ ആണ്. അപ്പൊ നമ്മൾ ഓവറായിട്ട് നറിഷ് ആവാനുള്ള ചാൻസ് ആണ് അവിടെ വീണ്ടും കൂടുതലായിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പ്രസവരക്ഷാ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തത്, നോർമൽ ഡെലിവറി ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ മസിലിന്റെ ഒക്കെ ടോൺ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കീഗൽ എക്സസൈസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും കീഗൽ എക്സസൈസ്, ഈവൻ നോർമൽ ഡെലിവറി സിസേറിയൻ ആണെങ്കിൽ പോലും പയ്യെ പയ്യെ കീഗൽ എക്സസൈസുകൾ തുടങ്ങുന്നത്. ഈ കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പെൽവിക് ഫ്ലോർ ഉണ്ട്, അതായത് ഗർഭപാത്രം, മൂത്രസഞ്ചി, റെക്ടം, പെൽവിക് ഫ്ലോർ, ആ പെൽവിക് ഏരിയയിലുള്ള മസിൽസുകളുടെ ടോൺ ആണ് ഏറ്റവും ആദ്യം പ്രസവം കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത്. അങ്ങനെ പെൽവിക് ഫ്ലോറിലുള്ള മസിൽസുകളുടെ മാത്രം നോക്കിയിട്ടുള്ള എക്സസൈസ് ആണ് കീഗൽ എക്സസൈസ്. KEGEL, കീഗൽ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോ ഈ കീഗൽ എക്സസൈസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് ഈവൻ മെൻസ്ട്രേറ്റിംഗ് ടൈമിൽ, ഇപ്പൊ നമ്മള് മെൻസ്ട്രേഷൻ പീരീഡ്സ് നടക്കുന്ന സമയത്ത് നമ്മള് കാര്യമായിട്ട് എക്സസൈസ് ചെയ്യല്ലേ എന്നാ പറയാ. കാരണം എന്താ വെച്ചാൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം യൂട്രസ് ഒക്കെ കുറച്ച് വീക്കാണ്, ടെൻഡർ ആണ്. അപ്പൊ അങ്ങനത്തെ സമയത്ത് പോലും ചെയ്യാൻ നമുക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് കീഗൽ എക്സസൈസ്. അപ്പം കീഗൽ എക്സസൈസിന് 4-5 സ്റ്റെപ്സുകളൊക്കെ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം, വളരെ ലൈറ്റ് ആയിട്ട് വെറുതെ ഒരു മാറ്റിൽ ഫ്ലോറിൽ കിടന്നിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അത് വേണേ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. ഈ വാക്ക് മാത്രം അടിച്ചു നോക്കിയാൽ മതി, കീഗൽ എക്സസൈസ്. ഇപ്പൊ ഇത് ചെയ്യുന്ന ഒരു കീഗൽ എക്സസൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ പെൽവിക് ഫ്ലോർ മസിൽസ് കുറച്ചുകൂടി ടോൺ ആയിരിക്കും. അപ്പൊ ഒന്ന് ചുമച്ചാലൊന്നും മൂത്രം ഒഴിച്ചു പോയില്ല. കുറച്ചുകൂടി ഒരു 10-40 വയസ്സാകുമ്പോഴത്തേക്കും നമ്മളെ യൂട്രസ് എല്ലാം അങ്ങനെ ഇറങ്ങി വരില്ല. യൂട്രസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഭാരം വെക്കുമ്പോഴത്തേക്കും യൂട്രസ് താഴോട്ട് താങ്ങുന്ന മാതിരിയൊക്കെ നമുക്ക് തോന്നുന്നത് ഈ കീഗൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ എന്റെ ശ്രോതാക്കളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത്രയും നേരത്തെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. ഐ മീൻ ഡെലിവറി കഴിഞ്ഞ് ഉടനെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് കീഗൽ. പിന്നെ യോഗയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഏതൊരു എക്സസൈസിലേക്ക് പോവുകയാണെങ്കിലും വാമപ്പ് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഈ വാമപ്പ് ഇല്ലാണ്ട് നമ്മളിപ്പോ ഒരു ജിംനാസ്റ്റിക് എക്സസൈസ് ജിമ്മിൽ പോയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെന്ന് കൂട്ടിക്കോ, അപ്പോൾ നമ്മളുടെ ജോയിന്റ് എല്ലാം കുറച്ച് പ്രശ്നത്തിലേക്ക് വരും. നമ്മളിപ്പം നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ഏരിയയിലാണ് എക്സസൈസ് ചെയ്യുന്നത് അവിടെ വാമപ്പ് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഇത് ചെയ്യാൻ പോവുക എന്നുള്ളത് നമ്മളെ ബോഡീനെ ഒന്ന് അറിയിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ബോഡീനെ അറിയിക്കണമെങ്കിൽ അവിടെ ഉള്ള ഇപ്പൊ നമ്മള് ഈ കൈ കൊണ്ടുള്ള എക്സസൈസ് ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഈ കൈയുടെ ഈ റിസ്റ്റ് ജോയിന്റിന്റെ മൂവ്മെന്റ്, കൈയുടെ ഈ വിരലുകളുടെ മൂവ്മെന്റ് എല്ലാം നോർമലി എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മൂവ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ എല്ലാ ജോയിന്റിനും അതിന്റെ അവൈലബിൾ റേഞ്ച് ഓഫ് മോഷൻ ഉണ്ട്. അത് ഒരു 4-5 പ്രാവശ്യം തന്നെങ്കിലും ചെയ്ത് ആ ജോയിന്റുകളെല്ലാം ഒന്ന് ചെറുതായ രീതിയിൽ സർക്കുലേഷൻ വരുന്നതല്ല ശേഷം അല്ലാതെ ഒരു എക്സസൈസും, ഈവൻ യോഗയാണെങ്കിലും യോഗയ്ക്ക് പ്രത്യേകമുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ സൂക്ഷ്മ വ്യായാമങ്ങൾ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആ സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യോഗ പ്രധാനപ്പെട്ട ആസനങ്ങളിലേക്കും പ്രാണായാമങ്ങളിലേക്കും ഒക്കെ പോകേണ്ടത്. അപ്പം എന്റെ ശ്രോതാക്കൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഏത് എക്സസൈസും, ഈവൻ നിങ്ങൾ ജിമ്മിലാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ വാമപ്പ് വളരെ പ്രധാനമാണ്. പിന്നെ സ്ത്രീ ജനങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് കീഗൽ എക്സസൈസ് വളരെ വളരെ പ്രധാനമാണ്. പിന്നെ ഇതുപോലെ തന്നെ യോഗയാണെങ്കിലും നമുക്കൊരു ഇൻസ്ട്രക്ടറിനെ മുന്നിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്.
പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ഏത് ഏരിയ ടമ്മീനെ ഓറിയന്റഡ് ആണോ നമ്മൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ അപ്പൊ ടമ്മി ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പിന്നെ യോഗയാണെങ്കിലും അത് ജിമ്മിലാണെങ്കിലും നമുക്ക് നമ്മുടെ വയറിനെയാണ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും പാടുള്ള ഒരു സാധനമാണ് വയറ് കുറയ്ക്കുക എന്നുള്ളത് അല്ലെ. അതായത് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഗർഭിണികൾക്ക് വയറിന്റെ ചുറ്റുപാടത്തിലേക്ക് കുറെ എന്ത് വരും, ഫാറ്റ് വരുന്നു. പക്ഷെ ഏറ്റവും ലാസ്റ്റ് ആണ് ഈ വയറിന് ചുറ്റുള്ള ഫാറ്റ് ലൈസിസ്, അതായത് അവിടുന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത ഫാറ്റ് എടുക്കുന്നത് ചിലപ്പോൾ മുഖത്തുനിന്നും കൈമെന്നും ഒക്കെ മെലിഞ്ഞതിന് ശേഷം ആയിരിക്കാം ഫാറ്റ് ഈ നമ്മുടെ അബ്ഡോമൻ, അതായത് നമ്മുടെ ടമ്മി ഏരിയയിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ടമ്മി ഏരിയ ഓറിയന്റഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു എഫക്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഡയറ്റ് ചെയ്താൽ വയറ് കുറയേ അല്ലെങ്കിൽ വെറുതെ പിന്നെ എക്സസൈസ് ചെയ്താലൊന്നും കുറയില്ല. നമ്മൾ ഏത് ഏരിയയിലേക്കാണ് നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യേണ്ടത് ആ ചെയ്തതിലേക്ക് മാത്രം ചെയ്യണം. കികളുടെ കാര്യം മറക്കുകയും ചെയ്യരുത്. ഇങ്ങനെയാണ് ഒരു ലേഡി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തില് ഈ കുടവയറ് അല്ലെങ്കിൽ പ്രമേഹം ഇത്രയും കൂടുതൽ തലസ്ഥാനമായി മാറിയത് എന്നുള്ളതിന്റെ ഒരു സ്റ്റഡി ഞങ്ങൾ തിരുവനന്തപുരം കോളേജിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ഒരു ഫൈൻഡിങ് എന്താണെന്ന് വെച്ചാല് കുടവയർ ഉണ്ടതും കേരളത്തിലാണ്. വയറിന്റെ ചുറ്റിലുമുള്ള ഫാറ്റ് ആണത്രേ നമ്മളെ ഏറ്റവും കൂടുതൽ നേരെ വയസ്സിൽ തന്നെ പ്രമേഹ രോഗിയാക്കി മാറ്റുന്നത്. അപ്പം അവിടെ നമുക്ക് നോക്കാം, ഈ നമ്മളെ ഈ ആഗ്നേയ ഗ്രന്ഥി, അതായത് ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഗ്രന്ഥിയുടെ പേര് പാൻക്രിയാസ് എന്ന് എല്ലാവർക്കും അറിയാലോ. ഈ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയാണ് ഇൻസുലിന്റെ പിന്നെ നമ്മളെ നാച്ചുറലി ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇൻസുലിന്റെ അളവിനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ പാൻക്രിയാസിന് ചുറ്റും ഫാറ്റിന് ഡെപ്പോസിഷൻ വരുന്ന സമയത്ത് ഇൻസുലിന്റെ പ്രവർത്തനത്തെ അത് വിപരീതമായി ബാധിക്കുന്നത് കൊണ്ടാണ് ഈ നേരത്തെ തന്നെ വയറ് വലുതാകുമ്പോൾ അല്ലെങ്കിൽ വയറിന് ചുറ്റും ഫാറ്റ് വരുന്ന സമയത്ത് ആണ് പ്രത്യേകം തന്നെ നമുക്ക് പ്രമേഹ രോഗിയായിട്ട് മാറുന്നത്. അങ്ങനെ വരുമ്പോൾ കൊണ്ട് തന്നെയാണ് ഈ ജസ്റ്റേഷൻ ഇൻഡ്യൂസ് ഡയബറ്റീസ് ആണല്ലേ, ഗർഭിണി എന്തുകൊണ്ടാണ് പ്രമേഹം വരുന്നത്, ഗർഭിണിക്ക് മാത്രം വരുന്ന പ്രമേഹം ഉണ്ട്, അത് ഇത് തന്നെയാണ് കാരണം. ഗർഭ സമയത്ത് ഉണ്ടാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഫാറ്റ് ഡെപ്പോസിഷൻ പാൻക്രിയാസിൽ വരുന്നത് കൊണ്ട് പാൻക്രിയാസിന് നാച്ചുറലി ആ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന ഇൻസുലിനോട് കാണിക്കുന്ന ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവുന്നതാണ് അന്നേരം ഉണ്ടാകുന്ന പ്രമേഹത്തിന് കാരണം. ചില ആൾക്കാർക്ക് അതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് ഇൻസുലിനോ അല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യം വരികയാണ്, ടൈപ്പ് 1 ഡയബറ്റീസ് വരുവാണ്. അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ വയറിന്റെ കുടവയറ് അല്ലെ, ആണുങ്ങൾക്കാണെങ്കിൽ കുടവയറ് രീതി പ്രത്യേക രീതി, കുടത്തിന് ആകൃതി തന്നെയാണ് വരിക. ലേഡീസിനെ ശരിക്കും ആ ഒരു ഡാഷ് റെക്ടി എന്ന് പറയും. നമുക്ക് ഗർഭസമയത്ത് വരുന്ന ആ ഫാറ്റ് ലോബ്യൂൾസ് നിന്നിട്ട് നമ്മളെ റെക്ടക്സ് മസിൽസ് ഉണ്ട്, അബ്ഡമിനൽ മസിൽസിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റി നിർത്തിയിട്ട് അവിടെ ഫാറ്റിന്റെ ഒരു ലെയർ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നത് ഒരു പ്രത്യേക രീതിയുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രമേഹ രോഗിയെ ഇത്ര നേരത്തെ വരുന്നതെങ്കിൽ ഈ എക്സസൈസ് ഇല്ലാതെ ഒരു രക്ഷയില്ല നമുക്ക്. ഇപ്പൊ ഒരുപാട് മരുന്നുകളുണ്ട്, ഞാനും കുറച്ച് മരുന്നുകളൊക്കെ എഴുതി കൊടുക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ ഇത് 50 മുതൽ 70% വരെ എക്സസൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അമിതവണ്ണത്തിന് ഏതെങ്കിലും ഒരു സിംഗിൾ മരുന്ന് കഴിച്ചിട്ട് അതിന് റിസൾട്ട് മാത്രം ഓരോന്നായി കാത്തിരിക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ്. പല ആൾക്കാരും പല പരസ്യങ്ങളിലൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ പോലും ഏത് മരുന്നിന്റെയും കൂടെ നിങ്ങൾ എക്സസൈസ് അത്യാവശ്യമാണ്. പിന്നെ അടുത്ത ഒരു പ്രധാന പോയിന്റ്, ഇപ്പം ഏറ്റവും കൂടുതൽ എന്നോട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഏരിയ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്നുള്ള ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ ഇടക്കിടക്ക് നമ്മളെ ലിവറിനും അതുപോലെ നമ്മുടെ പാൻക്രിയാസിനും ഒക്കെ റെസ്റ്റ് കൊടുക്കുകയാണ്. അതാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ജെന്യൂൻ ആയിട്ട് ചെയ്യും? അപ്പം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടും തടി കുറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിനും ആൾക്കാരെ തെറ്റായ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നോമ്പെടുക്കുന്ന ആൾക്കാര്, റമദാൻ നോമ്പെടുക്കുന്ന ആൾക്കാര് എത്ര മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്? ഏകദേശം നമ്മളൊരു 13-14 മണിക്കൂറൊക്കെ റമദാന് നോമ്പെടുക്കുന്ന ആൾക്കാർ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. എന്നാൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങും റമദാൻ നോമ്പും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും മെജോറിറ്റി സാധനങ്ങളും സെയിം ആണ്. 16 മണിക്കൂറോളം ഫാസ്റ്റിംഗ് ആണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ചെറിയൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവിടെ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ കുടിക്കാം. മധുരമുള്ള കാർബോഹൈഡ്രേറ്റ് റിച്ച് ഉള്ള ഒരു സാധനം കഴിക്കരുതെന്ന് മാത്രമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ നമ്മൾക്ക് കഴിക്കാം, ഐ മീൻ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിക്കാം. എന്താണോ നമ്മൾക്ക് ഷുഗറിനെ തരുന്നത് അതാണ് അവിടെ ഇതുള്ളത്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോ നല്ലൊരു മെത്തേഡ് തന്നെയാണ്, വളരെ സയന്റിഫിക് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഡോക്ടർമാരെ സജസ്റ്റ് ചെയ്ത സാധനമാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് 16 hours ആണെങ്കിൽ നമ്മൾ
അങ്ങോട്ട് എന്താ പറയാ, നമ്മൾ ആരെങ്കിലും ഉന്തി തള്ളി അതിലേക്ക് വീഴുന്ന മാതിരി ആവരുത്. നമ്മുടെ മനസ്സിനോട് ആദ്യം നമ്മൾ പറയണം. ഇപ്പം ഈ റംസാൻ നോമ്പ് എടുക്കുമ്പോൾ തന്നെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റിട്ട് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു നേരം നമുക്ക് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നേരത്തെ കഴിക്കുന്നത് നോമ്പില്ല റംസാന്. അത് സുബഹിന്റെ മുന്നേ നമ്മൾ കഴിക്കുന്നത്. ഈ പ്ലസ് ഒരു ലഞ്ച് ടൈം മാത്രമാണ് നമ്മളൊരു ഫാസ്റ്റിംഗ് എടുക്കുന്നത്. പ്ലസ് വൈകുന്നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നോമ്പ് തുറക്കുമ്പോൾ. അപ്പൊ ഈ ഒരു ഒറ്റ നേരം പട്ടിണി കിടക്കുന്നതിന് എന്തോ ഒരു ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ ഈ നോമ്പ് തുറക്കണ സമയത്ത് ഒരുപാട് ആഹാരങ്ങൾ എന്തോ ഒരു വാശി തീർക്കുന്ന മാതിരി കഴിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് അല്ല. അങ്ങനെ ഉപയോഗിക്കുന്നതിനെ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്നോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്നോ പറയാൻ പാടില്ല. ആകെ കുറച്ച് നേരം, അപ്പൊ അവിടെ വണ്ണം കുറയില്ല. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും വണ്ണം കുറയും. അല്ലെങ്കിൽ റംസാനിൽ ഒരു 3-4 കിലോ, ഒരു 3 കിലോ എന്നെങ്കിലും മിനിമം നിങ്ങൾ കുറയുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആൾക്കാർ ആദ്യത്തെ ഒരു 1-2 മാസം, ഒരു 3 മാസം കൊണ്ട് തന്നെങ്കിലും അവരുടെ ഏറ്റവും ഒരു 3-4 കിലോ എന്നെങ്കിലും കുറഞ്ഞിരിക്കുന്നതാണ് നോർമൽ. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഫാസ്റ്റ് ചെയ്യാത്ത സമയത്ത്, അതായത് ഇപ്പൊ 16 പ്ലസ് 24 മണിക്കൂറിലേക്ക് ഇനി എത്ര ഉണ്ട്? 8 മണിക്കൂർ. 16 + 8 ആണ് നമ്മൾ അതിന്റെ കണക്ക് കൂട്ടുന്നത്. ഈ ബാക്കി റെസ്റ്റ് ഓഫ് 8 അവേഴ്സ് നമ്മൾ എങ്ങനെ ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ പിന്നെ ഭയങ്കര ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് കൂട്ടിക്കും. കാരണം അത്രയും നേരം ഞാൻ പട്ടിണി കിടക്കാന്നുള്ള ആ ഒരു സങ്കടം തീർക്കാനായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആവശ്യമില്ല. രണ്ടാമത് പറഞ്ഞാൽ നമ്മൾ അവിടെയും ഈ റെസ്റ്റ് ഇല്ലാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇടക്കിടക്ക് ഫുഡ് ഈ 8 അവേഴ്സിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കാര്യമില്ല. 16 മണിക്കൂർ പട്ടിണി കണ്ടുകൊണ്ട് കഴിയില്ല. പിന്നെ ഇനഫ് ആയിട്ട് എക്സസൈസും കൂടി ഇതിന്റെ കൂടെ പോയിട്ടില്ലെങ്കിൽ ഈ വിചാരിച്ച അത്ര സ്പീഡിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ല രീതിയിൽ ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുന്നതിൽ എവിടെയെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ മറ്റ് അസുഖങ്ങളിലേക്ക് മാറിപ്പോകും അത്. അവിടെ നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ, വെള്ളം നന്നായിട്ട് സപ്ലൈ കൊടുക്കുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഞാൻ സാധാരണ പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ പോകുമ്പോൾ ആദ്യം ഒരു 10 മണിക്കൂർ, 12 മണിക്കൂർ, 13 മണിക്കൂർ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. ഇത് ഒരു ജോലിയായിട്ടോ ഒരു ടെൻഷനായിട്ടോ എടുക്കണ്ട. അപ്പം നമ്മൾ വർക്കിംഗ് അവറിൽ, ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓഫീസിൽ നമ്മൾ ഒരു 9 o'clock എത്തുന്ന ഒരാളാണ്, 9 o'clock. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 8 o'clock ആണ് ലാസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങുന്നത്. അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റ് 8 o'clock കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം മാത്രം കുടിക്കുകയാണ്. പിന്നെ പ്ലസ് ആ 8-ന് ശേഷം നമ്മൾ ഒരു 16 മണിക്കൂർ എടുക്കുകയാണ്. നമ്മളെ വർക്കിംഗ് ടൈമിൽ നമുക്ക് വെള്ളം മാത്രം കുടിക്കാം. ഒരു ഷുഗർ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കാം. ഗ്രീൻ ടീ കഴിക്കാം. നമുക്ക് അങ്ങനെ നമുക്ക് എന്താ പറയാ, ഹൈഡ്രേഷൻ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാം. ഒരിക്കലും ഷുഗർ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സമയം നമ്മൾ കഴിക്കുക. പ്ലസ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പ്ലസ് ആയിട്ട് കുറച്ച് നമ്മൾ ഉറങ്ങാൻ എന്തായാലും എടുക്കും. ആ ഉറങ്ങുന്ന സമയമുണ്ട്. റമദാനിലും കറക്റ്റ് ആണ് അല്ലെ, രാത്രിയിലാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇതുള്ളത്. അതിൽ നമ്മൾ ഉറക്കം ഉളച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. ഉറങ്ങണം. ഭക്ഷണത്തിനെക്കാട്ടും കൂടുതൽ വെള്ളം ആവശ്യമുണ്ട്. കാരണം ഇപ്പം വേനലിലാണ് റമദാൻ വരുന്നത്. അപ്പൊ നല്ലോണം ഹൈഡ്രേഷൻ ആവശ്യമുണ്ട്. പ്ലസ് ലഘുവായ ഭക്ഷണങ്ങൾ കൊണ്ട് വേണം ഈ ഉപവാസം മുറിക്കാൻ വേണ്ടിയിട്ട്. അതായത് 16 മണിക്കൂർ നമ്മൾ ഉപവസിച്ച്, അല്ലെങ്കിൽ 13-14 മണിക്കൂർ നമ്മൾ ഒരു ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യേണ്ടത്, അതായത് ഉപവാസം ബ്രേക്ക് ചെയ്യേണ്ട സമയം വളരെ ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ട് പയ്യെ ലൈറ്റായിട്ട് സമയം എടുത്ത് നമ്മൾ കുറച്ച് ഒരു പിന്നെ കലോറി കൂടുതൽ ആഹാരം കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മളൊരു ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യേണ്ട സമയങ്ങൾ. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും മറ്റെന്ത് ഫാസ്റ്റിംഗ് നിങ്ങൾ ഉപവാസങ്ങൾ, ഇപ്പോൾ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രത്യേക അമ്പലത്തിലൊക്കെ ഒരിക്കൽ മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ആണെങ്കിൽ അന്നജമായ ആഹാരമാണ് അവർ ഒരിക്കൽ കഴിക്കുന്നത് അല്ലെ. അതൊരു ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ആണ്. അപ്പൊ ഈ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ് ഇപ്പൊ ഉപവാസം. ഏത് രീതിയിലുള്ളതാണെങ്കിലും നമ്മൾക്ക് ഏത് രീതിയാണ് ഏറ്റവും ശരിയായത്, നമ്മളുടെ ബോഡിക്ക് അനുയോജ്യമായത്, ആ രീതിയിലേക്ക് പയ്യെ നമ്മൾ വന്നാൽ മതി. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കേൾക്കാമോ? കേൾക്കാം. ഓഡിബിൾ ആണല്ലോ അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന്റെ ഒരു കാര്യമുള്ളത്. ഇനി അത് ഡയറ്റിങ്ങിനെ കുറിച്ചിട്ടും എക്സസൈസും ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഈ ഒരു അമിതവണ്ണത്തിനെ നമ്മൾക്ക് ചെയ്യാൻ പാടില്ല. അതിനെ നമ്മൾക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇനി ഞാനൊരു അമിതവണ്ണ ഉള്ള ആളാണോ എങ്ങനെ മനസ്സിലാക്കാതെ? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം?
ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക? ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ടാണ് നമ്മൾ തീർച്ചയായും ഒരാളുടെ വണ്ണം അമിതവണ്ണമാണോ എന്ന് നോക്കുക. BMI എന്ന് പറയും. എങ്ങനെയാ BMI നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെയിറ്റ് കിലോഗ്രാമിലും ഹൈറ്റ് സെന്റിമീറ്ററിലും നമുക്ക് അറിയാമെങ്കിൽ നമ്മുടെ BMI നോക്കാൻ വളരെ എളുപ്പമാണ്. BMI വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. ഹൈറ്റ് മീറ്ററിൽ നോക്കുക, വെയിറ്റ് കിലോഗ്രാമിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എളുപ്പമായിട്ട് എന്താ ചെയ്യാൻ പറ്റും? നമ്മുടെ വെയിറ്റിനെ BMI നമുക്ക് പിന്നെ ഒബിയസ് ആണോ അതോ നമ്മൾ ലീൻ ആണോ, നമ്മൾ പേടിക്കേണ്ട രീതിയിലുള്ള അമിതവണ്ണം നമ്മളൊക്കെ ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാ മനസ്സിലാക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ വെയിറ്റിനെ ഹൈറ്റിന്റെ മീറ്റർ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന വാല്യൂ 20നും 25നും ഇടക്കുള്ളതാണ് നോർമൽ. 25നോട് ചേർന്നിരിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഡയറ്റിംഗ് തുടങ്ങേണ്ട സമയമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ തുടങ്ങേണ്ട സമയമായിട്ടുണ്ടാവും. 20നോട് ചേർന്നിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടിയും അവരുടെ ടാർഗറ്റ് ഹൈറ്റ് എത്തിയിട്ടുണ്ടാവില്ല. അതിന് താഴെയാണെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക. 20നും 23നൊക്കെ ആണെങ്കിൽ വളരെ നോർമൽ ആയിട്ട് അവരുടെ വണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 25ന് മുകളിലുള്ള ആൾക്കാരാണ് കൃത്യരീതിയിൽ വളരെ അമിതവണ്ണം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാർ. അപ്പം അമിതവണ്ണം ഇപ്പൊ സിമ്പിൾ ആയിട്ടൊരു ലോജിക് ഉണ്ട്. ഇപ്പം 164 സെന്റിമീറ്റർ ഉള്ള ഒരു ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 64 100 അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ 60-64ന് ഇടയ്ക്കുള്ള വെയിറ്റ് ആണ് എനിക്ക് ഐഡിയൽ ആയിട്ട് വരിക. കാരണം ഞാൻ 164 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അത് 64 കഴിഞ്ഞു പോവരുത്, 64ന്റെ അകത്ത് നിൽക്കുന്നതാണ് ഏറ്റവും ടാർഗറ്റ് ആയിട്ട്. അപ്പോൾ 60-62 ഒക്കെയാണ് എന്റെ ടാർഗറ്റഡ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലായിട്ട് നമുക്ക് അമിതവണ്ണത്തിലേക്ക് പോവില്ല. പക്ഷേ എന്റെ സുഹൃത്തുക്കളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്റെ BMI ഇപ്പൊ നോർമൽ ആണ്. ഞാൻ 62 kg ഉള്ള ഒരാളാണ്, 164 ഹൈറ്റ് ഉണ്ട്. അപ്പൊ എന്റെ BMI ഓക്കെയാണ്. പക്ഷെ അത് ഒരിക്കലും എന്റെ എക്സസൈസ് ചെയ്യണ്ട എന്നുള്ള വാക്കല്ല. ഈവൺ ഇഫ് ഞാൻ ഈ വെയിറ്റ് ഉണ്ടെങ്കിലും എക്സസൈസ് നമ്മൾ ചെയ്തിരിക്കണം. വ്യായാമത്തിന് നമ്മൾ കർമ്മകുശലായിരിക്കാനും നമ്മുടെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാനും ഇവയുണ്ട്. നമ്മൾ ഈ തടി കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ തടി കൊണ്ട് ഒരു കാര്യമില്ല, അല്ലെ? ഞാനിപ്പം മെലിഞ്ഞൊരാളാണ്, അല്ലെങ്കിൽ ഞാൻ തടിച്ച ഒരാളാണ്. പക്ഷെ ഈ തടി കൊണ്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ, എന്റെ പ്രാഥമിക കർമ്മങ്ങൾ, എനിക്ക് ചുറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവിക്കാനും എന്റെ ജോലി ചെയ്യാനും എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഈ തടി കൊണ്ട് എനിക്ക് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏത് അവസ്ഥ, മെലിഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും വണ്ണം കൂടിയ ആളാണെങ്കിലും എക്സസൈസ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് യാതൊരു രീതിയിലുള്ള എന്താ പറയാ ഒരു ഉപേക്ഷയും അതിലത് കാണിക്കരുത്. പക്ഷെ നമ്മളുടെ ഡയറ്റ് അത് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ വെയിറ്റ് എവിടെ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുള്ളതിന് BMI നമ്മളെ ഉപകരിക്കും. ഈ BMI നോക്കിയിട്ട് നമ്മളുടെ ഡയറ്റ് പാറ്റേണും നമ്മുടെ എക്സസൈസ് പാറ്റേണും നമുക്ക് മാറ്റാന്നല്ലാതെ എക്സസൈസ് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. മെലിഞ്ഞ ഒരാളാണെങ്കിലും തടിച്ച ഒരാളാണെങ്കിലും എക്സസൈസ് വളരെ നിർബന്ധമുള്ളതാണ്. ഇപ്പോൾ കാൽമുട്ട് വേദനയും അല്ലെങ്കിൽ നടുവിന് വേദനയുള്ള ലേഡീസിനെ സംബന്ധിച്ചോളം അവര് നടക്കാനും ഓടാനും കൊടുക്കാൻ പാടില്ല. അവർക്ക് മുട്ട് തേയ്മാനം സംഭവിച്ചു. അപ്പൊ അവരുടെ വീടിനകത്ത് നിന്ന് ജനലും വാതിലൊക്കെ തുറന്ന് നല്ല ശ്വാസം അല്ലെങ്കിൽ വായു കിട്ടുന്ന നല്ല രീതിയിൽ ബ്രീത്ത് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ചെറിയ വ്യായാമങ്ങൾ ചെയ്ത് അവരുടെ വണ്ണത്തിനെയും അവരുടെ ജോയിന്റിനെയും ഒന്ന് സ്ട്രെങ്ത് ആയിട്ട് വേണം അവരോട് നടക്കാൻ പറയാൻ. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നടക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഒറ്റ നടത്തം അങ്ങ് നടന്നിട്ട് കാല് മുട്ട് നീരൊക്കെ ആയിട്ട് വരും. ഡോക്ടർ ഞാൻ എക്സസൈസ് ചെയ്താണ്, മുട്ടിനൊക്കെ നല്ല നീരായി, വേദനയായി. കാരണം മുട്ട് ഇന്നലെ വരെ കാര്യമായിട്ട് ഇത്ര 4 കിലോമീറ്റർ ഒന്നും അങ്ങ് നടന്നിട്ടില്ലെന്നേ, ഒറ്റയടി അങ്ങ് നടക്കുകയില്ലേ എക്സസൈസിൽ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും എക്സസൈസിലേക്ക് ചാടി വീഴരുത്. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ അതിനെ ആദ്യം വാമപ്പ് ഒക്കെ കൊടുത്ത്, നല്ല വണ്ണൊരാളാണ് എങ്കിൽ മുട്ടുവേദന പറയുന്നുണ്ട്, മിക്കവാറും തേയ്മാനം ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും, ഏത് ഡോക്ടർമാർക്ക് മാത്രമല്ല, ഈവൻ കോമൺ പേഴ്സൺ വരുന്ന ആൾക്കാർക്ക് വരെ അറിയാൻ തേയ്മാനം കൊണ്ടാണ്. ഇപ്പൊ എന്തുകൊണ്ടാ തേയ്മാനം? നമ്മുടെ വെയിറ്റിന് അനുസരിച്ചിട്ടുള്ള ജോയിന്റിന് കപ്പാസിറ്റി ഇല്ല. ഇപ്പം 85 കിലോ ഞാനുണ്ട്, എന്റെ കാലിന്റെ വെയിറ്റ് 85 കിലോ താങ്ങാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ നടുവിന്റെ വെയിറ്റ് ഹിപ്പിന് 85 കിലോ താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ആണ് ആദ്യം കുറയ്ക്കേണ്ടത്. അല്ലാണ്ട് കാലിന്റെ മുട്ടിന് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഇതാണ് നമ്മൾ ഇതിനകത്ത് സിമ്പിൾ ലോജിക്ക്. അപ്പൊ ഒരു ഭയങ്കര വണ്ണറുള്ള ഒരാളോട് പെട്ടെന്ന് ജോഗ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സസൈസ് പോയിട്ട് അങ്ങനെ ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം അവരുടെ വീട്ടിലിരുന്നിട്ട് ചെറിയ സൂക്ഷ്മ വ്യായാമങ്ങളൊക്കെ ചെയ്ത് വാമപ്പ് ഒക്കെ ചെയ്ത് അവരുടെ ടോൺസിറ്റി, കാലിന്റെയും അവരുടെ മസിലിന്റെയും ഫാറ്റിന്റെയും ടോൺസിറ്റി ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം എക്സസൈസിലേക്ക് പോവുക. അത് നടക്കാനാണെങ്കിലോ ഓടാനാണെങ്കിലും എന്താണെങ്കിലും തന്നെ. അപ്പൊ എന്നിട്ട് നമ്മള് മെല്ലെ നമ്മൾക്ക് ചെറിയ സ്പ്രിന്റോ അല്ലെങ്കിൽ ചെറിയ വാക്കിംഗ് സ്പ്രിന്റ് അത് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ വേദനകളൊക്കെ കുറയുന്നതും കാണാം. നമ്മൾ വണ്ണം ആനുപാതികമായിട്ട് കുറഞ്ഞു വരുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന്റെ കൂടെ
അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് കൂടെ നമ്മൾ ചെറിയ രീതിയിൽ ഒരു അരമണിക്കൂർ എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എഫക്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പിങ്ക് എന്ന കളർ തന്നെ നമുക്ക് ലേഡീസിന് ആയതുകൊണ്ട് ഞാൻ പറയാം, ലേഡീസ് ആയതുകൊണ്ട് ടമ്മി ഓറിയന്റഡ് എക്സസൈസ് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാകരുത്. കീഗൽ എക്സസൈസ് അല്ലെ, പെൽവിക് ഫ്ലോർ മസിൽസിന് കൊടുക്കുന്ന കീഗൽ എക്സസൈസ് മറന്നു പോകരുത്. പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു കാർഡിയക് എക്സസൈസ്, അതായത് അതാണ് നമ്മുടെ ഈ പല ടൈപ്പിലുള്ള ജോഗിങ് ആണെങ്കിലും പ്രിപ്പറേറ്ററി സൂക്ഷ്മ വ്യായാമങ്ങൾ, പ്രിപ്പറേറ്ററി അല്ലെങ്കിൽ വാം എക്സസൈസുകളൊക്കെ ജോഗിങ്ങിന്റെ സ്റ്റെപ്സുകളാണ്. കൈ വീതി നടക്കുന്നത് ജോഗിങ്ങിന്റെ സ്റ്റെപ്പുകളാണ്. ഇതെല്ലാം ഒരു ലാസ്റ്റിലേക്ക് അടുത്ത 3-ാമത്തെ 4-ാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് ചെയ്താൽ നമ്മുടെ ആരോഗ്യവും അതിനനുസരിച്ച് നമ്മുടെ മക്കളെ നോക്കാനുള്ള ആരോഗ്യവും നമ്മളെ വീട്ടിനകത്തുള്ള ബാക്കി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ നോക്കാൻ ആരോഗ്യം ആദ്യം നമ്മൾക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൈഡിൽ വയ്യാണ്ട കിടക്കുന്ന നമ്മളെ ആർക്കും ആവശ്യമില്ല അല്ലെ, അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അത് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ നമ്മുടെ തടി കൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എങ്കിൽ അത് മറ്റാർക്കും ഉപകാരപ്പെടില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. ഒരു മരുന്നോ മന്ത്രമോ ഒന്നും അതിന് ഇതല്ല, നമ്മളത് തീരുമാനിച്ച് ഇറങ്ങുക. അപ്പൊ അല്ലെ ചില ആൾക്കാർ പറയണ, ഡോക്ടർ എന്റെ വീട്ടിലെ എല്ലാവരും തടിയാണ് കേട്ടോ, ഞാൻ ഒന്നും കഴിച്ചിട്ടൊന്നുമല്ല, കഴിക്കാതെ ഞാൻ തടിയാണെന്ന്. ശരിയാണ്, നമുക്ക് ജനറ്റിക്കലി നമുക്ക് തടിയുള്ള ഒരു ആൾക്കാരുണ്ടല്ലേ. എന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ നല്ല തടിയുള്ളതാണെങ്കിൽ എനിക്ക് തീർച്ചയായും ആ തടി, കാരണം നമ്മൾ പകുതി ഉമ്മയും പകുതി ഉപ്പയാണല്ലോ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ. അപ്പൊ അതിലപ്പുറത്തേക്ക് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ തന്നെയും ബാക്കി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്കറിയാം, ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, പ്രമേഹ രോഗി ടൈപ്പ് 1 അല്ലെ. അതായത് അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുള്ള ആൾക്കാർക്ക് മക്കൾക്ക് ജന്മനാ ചിലപ്പം പ്രമേഹം ഉണ്ടാവും. ചിലപ്പോൾ ഒരു 10-20 വയസ്സാവുന്നതിന് മുന്നേ പ്രമേഹം വരും. ചില ആൾക്കാർക്ക് 25 വയസ്സാവുന്നതിന് മുന്നേ പ്രമേഹം വരും. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മളൊരു സ്റ്റഡി എടുക്കുക. ഇവരുടെ വ്യായാമങ്ങള്, ഇവരുടെ ജീവിതശൈലികൾ നമ്മൾ അവർക്ക് നേരത്തെ, ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് നമുക്ക് അറിയാമേ, അപ്പൊ ഇവർക്ക് വരുന്നു നമുക്ക് ഊഹിക്കാം. കാരണം ടൈപ്പ് 1 ഡയബറ്റീസ് എന്തായാലും മക്കൾക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് നമുക്ക് ഭക്ഷണക്രമങ്ങള്, ആഹാരക്രമങ്ങള്, വ്യായാമക്രമങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പം സാധാരണ ഒരു മനുഷ്യന്മാർക്ക് എപ്പോഴാണ് പ്രമേഹം വരിക? 40 കഴിഞ്ഞ് 50കളിലേക്ക് എത്തുമ്പോഴാണ് പ്രമേഹം വരിക. ആ സമയം വരെ നമുക്ക് ഈ ടൈപ്പ് 1 ഡയബറ്റീസിനെ നീണ്ടു കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. നല്ല സ്റ്റഡികളുണ്ട്. അപ്പൊ അത് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? പൂർണ്ണമായും നമുക്ക് വരുന്ന ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് നമ്മൾ അച്ഛനും അമ്മേനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലും കുറച്ചൊക്കെ കയ്യിലിരിപ്പുകൾ ഉണ്ട്. അത് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് എന്താക്കാൻ പറ്റും? അതിനെ നമുക്ക് ഡിലേ ചെയ്ത് കൊണ്ടുപോകാന്നുണ്ടെങ്കിലും തീർച്ചയായും നമുക്ക് പറ്റുന്നതാണ്. PCOD ഏറ്റവും സങ്കടമാണ്. ഇപ്പൊ PCOD ആണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസോർഡർ അല്ലെ. നമ്മളെ ഈ ഓവറി, അതായത് അണ്ഡാശയത്തിന് 17 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എത്രയാ ഇപ്പൊ PCOD ലെവൽ അറിയാം. ഇപ്പൊ ഇന്ന് 17 വയസ്സിൽ PCOD, നാളെ 27 വയസ്സിൽ പ്രമേഹമാണത്. 37 വയസ്സിൽ വരുന്ന കാർഡിയാക് ഇഷ്യൂസ് ആണ്. അതിന്റെയൊക്കെ തുടക്കമാണ് ഈ PCOD. നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ PCOD നാളെ പ്രമേഹ രോഗിയാണ്, മറ്റന്നാൾ അറ്റാക്കും ഒക്കെ വരുന്ന രീതിയിലുള്ള കാർഡിയക് അസുഖങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പൊ PCOD 2 തരത്തിലുണ്ട്. തടിയുള്ള PCOD ഉണ്ട്, മെലിഞ്ഞ ആൾക്കാരുണ്ട് PCOD ഉണ്ട്. അത് നമ്മൾ തടിച്ച ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉണ്ട്, മെലിഞ്ഞ ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു സാധനമാണ്. അപ്പൊ PCOD ഒക്കെ നേരത്തെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ചികിത്സ. PCODക്ക് ചികിത്സ ഉണ്ട്. ഉള്ളിലേക്ക് മരുന്ന് വളരെ പ്രധാനമാണ്. എക്സസൈസ് വളരെ അധികം പ്രധാനമാണ്. മരുന്ന് എടുത്ത് വെച്ചിട്ട് അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നോക്കുക. പിന്നെ ഇത് PCOD അപ്പം വളരെ മൈനായിട്ട് കണ്ടുപോകരുത്. ഇപ്പം ഞാൻ കട്ടിപ്പാറ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം, നിങ്ങൾ ചുറ്റിലുള്ള ഒത്തിരി ചെറിയ കുട്ടികൾ ഇപ്പം മെനാർക്കായി എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ PCODയും കൂടി കൂടെ വരികയാണ്. ചെറിയൊരു സ്കാൻ റിപ്പോർട്ടിൽ അണ്ഡാശയത്തിൽ ഒരുപാട് കുമിളകൾ ഉണ്ടാവുകയാണ്. ഈ കുമിളകള് മാലിനസ്, അതായത് ടെസ്റ്റോസ്റ്ററോൺ എന്നല്ല, ആണുങ്ങളുടെ ഹോർമോൺ ഉണ്ടാക്കുകയാണ്. തീർച്ചയായും ആണുങ്ങളുടെ ഹോർമോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ലേഡീസ് അതിൽ പീരീഡ്സ് ഡിലേ ആവും. അത് കാരണം ഉണ്ടാവുന്ന ഹിർസൂട്ടിസവും സൗണ്ടിലുള്ള വ്യത്യാസവും വണ്ണവും വരും, മുടി കൊഴിയും. അങ്ങനെ നമ്മൾക്ക് ഒരു സോ കോൾഡ് ഫെമിനൈൻ സ്ട്രക്ചേഴ്സ് എല്ലാം മാറുന്ന ഒരു അസുഖമാണ് PCOD. അതിന് ചിത്രമൊക്കെ മാറി ഒരുമാതിരി വിയേർഡ് ലുക്കും ആവും നമ്മളെ കാണാൻ. പ്ലസ് നമ്മളുടെ ഫെമിനൈൻ ഹോർമോണുകളുടെ അഭാവം കാരണം ഉണ്ടാവുന്ന ടെസ്റ്റോസ്റ്ററോൺ കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വേറെ. അപ്പം അതൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കുക, ഭയങ്കര പ്രോസസ്സ് ചെയ്ത മൈദ ആഹാരങ്ങൾ, ജങ്ക് ഫുഡുകൾ, ബർഗർ, പിസ്സ, ഇതൊക്കെ ഭയങ്കര ഹൈലി പ്രോസസ്ഡ് ജങ്ക് ഫുഡുകളിൽ വരുന്ന സാധനമാണ് ബർഗറും പിസ്സയും. അതിനകത്ത് ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര റിച്ച് ഓഫ് എനർജറ്റിക് ആണ്. അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ PCOD അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ കഴിക്കുന്നതാണ് PCODയിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. പിസയിലൊക്കെ ഉണ്ടാവുന്ന ആ ചീസിന്റെ കണ്ടന്റ് ഒക്കെ ഹൈ കലോറി ഫുഡാണ്. അത് മൈദയാണ് അതിന്റെ ബേസ്. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ വളരെ നേരത്തെ തന്നെ അങ്ങനെ ഒരു അമിത വണ്ണത്തിലേക്ക് പോവുകയും അത് അണ്ഡാശയത്തിൽ അത് വന്ന് അടിഞ്ഞുകൂടുകയും
അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളുടെ ഹോർമോണുകൾക്ക് എഫക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം തീർച്ചയായും നമ്മളെ മക്കൾക്ക് നമ്മൾ ഭയങ്കര സ്നേഹത്തോട് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങൾ ബർഗയും പിസ്സയൊന്നും ആവാതിരുന്നാൽ തന്നെ അത് റെഡിയായി പോകുന്നതേ ഉള്ളൂ. പിന്നെ കുട്ടികൾ പൊതുവെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ല. യൂഷ്വലി ഇല്ലേ, പണ്ടത്തെ കാലങ്ങളിൽ കുട്ടികളൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ്, അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ നമ്മളെ കയ്യിൽ ഫോണൊക്കെ കൊടുത്ത് ഒരു മൂലയിൽ അവരൊക്കെ അടക്കി ഇരുത്തുകയാണ് നമ്മൾ. അപ്പം വീണ്ടും ഇത് ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളടുത്തേക്ക് കുട്ടികളെ വരുന്ന കുട്ടികൾക്ക് ചെറിയ രീതിയിൽ ഒരു ഉണ്ണിപ്പിണ്ടി വയറൊക്കെ ആയിട്ട് കുടവയറൊക്കെ ആയിട്ടായിരുന്നു വന്നത്. ഇപ്പൊ വീണ്ടും ശരിയായിട്ടുണ്ട്. അപ്പൊ കാരണം സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങിയത് കൊണ്ട് ആ കോവിഡ് കാലഘട്ടത്തിൽ ഒരു ഫോൺ എടുത്ത് ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന കുട്ടികളാണെങ്കിലും അഡൾട്ട്സ് ആണെങ്കിലും ഈ വണ്ണം വെക്കുക തന്നെയാണ് ചെയ്യുക. അപ്പൊ നേരത്തെ ഭാരം കുറഞ്ഞ ആൾക്കാർക്ക് കൂട്ടാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ആയുർവേദം പറയുന്നുണ്ട്, കുറഞ്ഞ ആൾക്കാരെ കൂട്ടാൻ എളുപ്പമാണ്, പക്ഷെ കൂടിയ ആൾക്കാരെ കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഒന്നും കൂടിയും അനർത്ഥമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ നടന്നു പോകുന്നത്. അപ്പം ഈ ഒരു മേഖലകളിൽ ഞാൻ മരുന്നിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം മരുന്നല്ല അതിന്റെ എഫക്ട് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഇനി ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അപ്പൊ പ്രമേഹത്തിന്റെ കാര്യം ഞാൻ കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്, PCOD പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ഹൈപ്പർ ടെൻഷനും അത്തിറ്റോസ്ക്ലിറോസിസ് ഒക്കെ, അതിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇനി ഉണ്ടെങ്കിൽ ചോദിച്ചാൽ തീർച്ചയായും പറഞ്ഞു തരുന്നതാണ്. Over to Nabila. യെസ്, താങ്ക് യു മാഡം. ഒരുപാട് ഇൻഫർമേഷൻ ഞങ്ങളിലേക്ക് ഷെയർ ചെയ്തു. ഓഡിയൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നീ ഡൗട്ട്സുകൾ കോമൺ ആയിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഇപ്പം PCOD പോലത്തെ ബുദ്ധിമുട്ടുകളോ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു നബീലയായിട്ട് കോൺടാക്ട് ചെയ്താൽ എന്റെ കോൺടാക്ട് നമ്പർ കിട്ടും. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഏതെങ്കിലും രീതിയിൽ അതിന് ഉത്തരം പറഞ്ഞുതരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അറിയാവുന്ന കാര്യങ്ങൾ കട്ടിപ്പാറ തന്നെ ഉണ്ട്. മാർച്ചിൽ ഒരു ട്രാൻസ്ഫർ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ഉണ്ടാവും. മാം, ഈ പ്രഗ്നന്റ് ടൈമിൽ ഓരോ പിന്നെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണല്ലോ, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരും. ആക്ച്വലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് എവറിത്തിങ് കെമിക്കൽ ആണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ചില കെമിക്കൽസിന് നമ്മുടെ യൂട്രസിനെ കൺട്രാക്ട് ചെയ്യാനുള്ള കഴിവുകളുണ്ട്, ചില ഭക്ഷണ പദാർത്ഥത്തിൽ ഉണ്ടാകുന്ന കെമിക്കൽസിന്. അങ്ങനെയുള്ള കെമിക്കൽസിന്റെ അങ്ങനെ അടങ്ങിയിരിക്കുന്ന യൂട്രൈൻ കൺട്രാക്ഷൻസിന്റെ അളവുകൾ കൂട്ടുന്ന ഭക്ഷണത്തിന് നമ്മൾ കുറയ്ക്കാൻ മാറ്റാൻ പറയും. അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്. അതാണ് ഇപ്പോ നിങ്ങൾക്കറിയാമോ, നമ്മൾക്ക് പ്രസവ വേദന വരുന്നത് 9 മാസം ആ ഒരു ടൈമിലാണെങ്കിൽ അതിന്റെ മുന്നേയും ചെറിയ രീതിയിലുള്ള യൂട്രൈൻ കൺട്രാക്ഷൻസും നമ്മുടെ ശരീരത്തിൽ നോർമലി നടക്കുന്നുണ്ട്. അപ്പൊ ഈ യൂട്രൈൻ കോൺട്രാക്ഷൻസ് ഒന്നും ഒരു പ്രസവ വേദന ട്രൂ പെയിനിലേക്ക് വരുന്നില്ല. ബിക്കോസ് അതിന്റെ കണ്ടന്റ് വളരെ ചെറിയ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ലാക്ഷാതി എഴുതിയിട്ടുണ്ട്, ബഷീർക്ക് എടുക്കാൻ പറഞ്ഞത് എനിക്ക്. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയോ? ഞാൻ ക്ലാസ് എടുത്തു വെയിറ്റ് ചെയ്യുന്നു. സോറി. അപ്പൊ ഈ പ്രോസ്റ്റഗ്ലാൻഡിന്റെ അളവ് അല്ലെങ്കിൽ കെമിക്കൽസിന് പിന്നെ യൂട്രസിലെ എപ്പോഴും കൺട്രാക്ഷൻസ് ഉണ്ട്. പക്ഷെ ട്രൂ പെയിനിലേക്ക് വരുന്ന സമയത്ത് ആ കൺട്രാക്ഷൻസ് വളരെ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമുക്ക് വേദന വരുന്നത്. അല്ലാത്ത സമയത്ത് ഈ കൺട്രാക്ഷൻസ് നമ്മൾ അറിയുന്നില്ല. ഈ അറിയാത്ത കൺട്രാക്ഷൻസിനെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. അത് യൂഷ്വലി ഏറ്റവും ഫസ്റ്റ് അവോയ്ഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് അതിനൊരു പേടിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഹൈ ഡോസിൽ കഴിച്ചപ്പോ ഉദാഹരണത്തിന് ഒഴിവാക്കാൻ പറയുന്ന സാധനം ഒന്ന് പൈനാപ്പിൾ ആണ്, കർമൂസ, പപ്പായ, അതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങൾ അല്ലെ. ഇങ്ങനെ ഒഴിവാക്കേണ്ട സാധനങ്ങൾ അങ്ങ് കണ്ടാ പേടിച്ച് ഓടി മാറണമെന്നൊന്നുമില്ല. ഒരു പീസൊക്കെ കഴിച്ചപ്പോ ഭയങ്കര കഴിക്കാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് ചോദിച്ചു, ഡോക്ടറെ ഉപ്പിലിട്ട് പൈനാപ്പിൾ കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് വയ്യ, പൈനാപ്പിൾ കഴിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒരു ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിച്ചു, ആ കൊതി ഇങ്ങനെ പിടിച്ചു നിൽക്കണേക്കാളും നല്ലത് ഒരു ചെറിയ പീസ് പൈനാപ്പിളിന്റെ ഉപ്പിലിട്ട നീ കഴിക്കോ, കുഴപ്പമില്ല, കൂടുതൽ കഴിക്കി ബുദ്ധിമുട്ടാക്കരുത്. അത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ടതില്ലാത്ത ഇങ്ങനെ ഈ കൺട്രാക്ഷൻസ്, നമ്മളെ GI മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മളെ വിലൈ മൂവ്മെന്റ്സ് ഒക്കെ കൂടുതൽ കൺട്രാക്ടർ ഉണ്ടാക്കുന്ന യൂട്രസിനെ കൺട്രാക്ടർ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള കർമൂസ, അതായത് ചില ഫ്രൂട്ട്സുകൾ, പൈനാപ്പിള്,
പിന്നെ അങ്ങനത്തെ ഭയങ്കരമായിട്ട് കൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നത് നമ്മൾ സോ കോൾഡ് കെമിക്കൽ ഉണ്ടെന്ന് ഉറപ്പുള്ള സാധനങ്ങളാണ്. ഇതും വളരെ കുറഞ്ഞ ഡോസിൽ കഴിച്ചെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഭയങ്കരമായിട്ട് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ പോലെ അത് അലസി പോകുന്നില്ല. ചെറിയ ഡോസ് കഴിക്കാൻ കുഴപ്പമില്ല. വലിയ ഡോസിൽ അതിപ്പം ഇപ്പൊ സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്ററിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഓൾറെഡി നമ്മളെ കയ്യിൽ കൺട്രാക്ഷൻസ് ഉണ്ട്. ഓൾറെഡി നമ്മളെ യൂട്രസ് കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. ലാസ്റ്റ് ട്രൈമസ്റ്ററിലേക്ക് കഴിക്കുന്ന വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കഴിക്കുന്നേരത്ത് കൺട്രാക്ഷൻസ് കൂടിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കൺസീവ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. വളരെ ചെറിയ ഡോസ് കഴിച്ചാൽ വെച്ചാൽ കുഴപ്പമില്ല. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായോടാ? ഈ ചോറ് അധികം കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ചോറില് നമ്മൾ പറയുന്ന ചോറ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഗർഭിണി ചോറ് കഴിക്കുക അല്ലെ. ഗർഭിണിന്റെ വയറ് ഓൾറെഡി വീർത്തിരിക്കുകയാണ്. അതിന്റെ മുകളിലാണ് നമുക്ക് ഈ ആമാശയ സോക്കോൾഡ് സ്റ്റൊമക് ഉള്ളത്. അതാണ് ലാക്ഷാതി. അത് കുഴമ്പാണോ? ഒരു മിനിറ്റ്, ഞങ്ങൾക്കൊന്ന് ഓഡിയോ കളയട്ടെ. നിങ്ങൾ അടന്ന് വെയിറ്റ് ചെയ്യേ. അപ്പം നമ്മള് ചോറ് കഴിക്കുന്നതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ചോറ് പിന്നെ നമ്മള് ആമാശയം വളരെ കുറച്ച്. ഇപ്പൊ ഗർഭിണിക്ക് ഒരുപാട് ചോറ് ഒറ്റയടിക്കും കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഇങ്ങനെ കുത്തുന്ന പോലെ തോന്നാറുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മള് ഗർഭിണിയോട് എപ്പോഴാണ് എന്താ പറയാന്ന് വെച്ചാൽ, വളരെ കുറച്ചായിട്ട് കഴിച്ചോളാനാ പറഞ്ഞ. അതായത് അവരുടെ അന്നകാലം കൂട്ടിയിട്ട് അളവ് കുറച്ചെടുത്തോളാനാ പറയാം. അങ്ങനെ കഴിക്കുമ്പോൾ അവരുടെ ഷുഗർ ലെവലും ഇന്ന് കുറച്ച് കൺട്രോൾഡ് ആവും. ഈ വയറിൽ നിറയെ ചോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കഴിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പൊ യൂഷ്വലി നമ്മൾക്ക് ഒരു ഡയബറ്റിക് ടെൻഡൻസി ഉള്ള ആളാണ്. ഇങ്ങനെയാ ഡയബറ്റിക് ടെൻഡൻസി മനസ്സിലാവുക. പ്രീവിയസ് ഗർഭിണിയിൽ നമുക്ക് ജസ്റ്റേഷൻ ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ്, എന്റെ താത്ത അല്ലെങ്കിൽ എന്റെ ഉമ്മ ആർക്കൊക്കെ ഡയബറ്റീസ് ഇൻഡ്യൂസ്ഡ് ജസ്റ്റേഷൻ ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാർ ചോറിന്റെ അളവ് കുറയ്ക്കുക. ഇപ്പൊ നീ നോക്കിക്കേ, വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്, പ്രൈമിയാണ് ഫസ്റ്റ്. വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് വല്ലാണ്ട് കൂടും നമ്മൾ ഗർഭിണിയാകുമ്പോൾ. അപ്പൊ നമ്മൾ ഗർഭിണിയാന്ന് അറിയുന്നത് ഒരു മാസം മിസ്ഡ് പീരീഡ്സ് ആവുന്നേക്കും. അതിന്റെ 2 ആഴ്ച മുന്നേ തന്നെ നമ്മൾ ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മുതൽ ബേസൽ മെറ്റബോളിക് റേറ്റ് വളരെ കൂടും. നമുക്ക് വിശപ്പ് കൂടും. ഒരു മെലിഞ്ഞ ആൾക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് കൂടും. അപ്പൊ നമ്മള് അവിടെ ചോറൊക്കെ നമുക്ക് ഈ ചെറിയ ഭക്ഷണം കഴിക്കാനല്ല, നമുക്ക് പെട്ടെന്ന് എനർജി കിട്ടുന്ന ചോറ് കഴിക്കാനാണ് അവിടെ ഗർഭിണിക്ക് യൂഷ്വലി തോന്നുക. അങ്ങനെയുള്ള ആള് ചോറ് കഴിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം അത് അവർക്ക് ആവശ്യമുണ്ടായിട്ടാണ് ആ ഒരു ക്രേവിങ്സ് അവർക്ക് വരുന്നത്. മറ്റേ ആളുടെ ക്രേവിങ്സ് നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ചോറ് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ചോറ് കഴിക്കാം. ചോറ് കഴിക്കുമ്പോൾ തന്നെ എത്ര കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ നെല്ലുത്തരി അല്ലാതെ തവിടുള്ള ചോറുകൾ, ചെമ്പാ ചോറുകൾ കഴിക്കാൻ പറയും, വെള്ള ചോറിനെക്കാട്ടിലും നല്ലത്. അങ്ങനെ ചോറിനെ ഭയങ്കര സത്വസ്ഥാനത്ത് വെക്കുകയല്ല, ഇഷ്ടം വേണ്ട ആൾക്കാർക്ക് അത് കഴിക്കാം. പക്ഷെ അളവും മറ്റൊന്നും തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരഘടന അനുസരിച്ചിട്ടാണ് മാത്രം. അത് മനസ്സിലായോ? താങ്ക് യു മാം. ഞാനെന്ന് വെച്ചാല് എനിക്കിപ്പോ 3 month പ്രഗ്നന്റ് ആണ്. അപ്പോ ചോറ് ആണ് ആകെ കഴിക്കാൻ കഴിയുന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞു ചോറ് അധികം കഴിച്ചു കഴിഞ്ഞാല് കുട്ടി ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് വെക്കും. പ്രൈമിയാണോ? ഇപ്പൊ മൂന്നാമത്തെ അല്ലല്ല മൂന്നാമത്തെയാണ്. ആദ്യത്തെ 2 എണ്ണത്തിലും നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടായിരുന്നോ? ജസ്റ്റേഷൻ ഇല്ല അങ്ങനത്തെ അപ്പോഴും നിങ്ങൾക്ക് ഈ ചോറ് കഴിക്കാനുള്ള ടെൻഡൻസി അന്നേരം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ വണ്ണം വല്ലാണ്ട് കൂടിയിട്ടുണ്ടോ? പഴയകാട്ടിലും വണ്ണം വല്ലാണ്ട് കൂടിയിട്ടുണ്ടോ? വല്ലാണ്ടല്ല. ഇപ്പൊ 3 month ആയപ്പോഴത്തേനും 3 കിലോ അങ്ങനെ അത്രല്ലേ ആയുള്ളൂ. 3 month 3 കിലോ ഓക്കെ, നോർമലാണ്. 11 കിലോ വരെ നമുക്ക് കൂടാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊരു പിന്നെ GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റും ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് വിശപ്പിനനുസരിച്ചുള്ള ആഹാരം കഴിക്കാം. ചോറാണെങ്കിൽ ചോറ് കഴിക്കാം. ഓക്കെ മാം. പിന്നെ എന്റെ മക്കളെന്ന് വെച്ചാല് പിന്നെ രാവിലെ ഭക്ഷണം വളരെ കുറവാ. രാവിലെ എഴുന്നേൽക്കുമ്പോ വിശപ്പില്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പൊ രാത്രി ഒരു സമയമാകുമ്പോൾ രാത്രി നല്ലോണം വിശക്കുന്നോണ്ട് ഉറങ്ങുന്നത് വരെ ഭക്ഷണം ചോദിക്കും. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഒരു ഹാബിറ്റ് ആണ്. ഇപ്പം മക്കളെ നമ്മൾ നേരത്തെ വിളിച്ചുണർത്തിയാല് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും വിശപ്പുണ്ടാവും. നേരം വൈകി കിടക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നേരം വൈകി കിടക്കുന്നോ അത്രയും വരെയും വിശപ്പുണ്ടാവും. ഇത് രണ്ടും ഡിഫറെന്റ്. അപ്പൊ ഞാൻ യൂഷ്വലി നമ്മളെ കുട്ടികളോട് പറയുന്നത് ഒരു കുട്ടിക്കാലം അറ്റ്ലീസ്റ്റ് 9:30 10 ആകുമ്പോഴത്തേക്കും ഉറങ്ങിയിരിക്കണം.
നമ്മള് 11-12 മണി വരെയൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ആ ഒരു സമയത്ത് അവരുടെ ഡയറ്റ് 3 ആഴ്ച നിങ്ങൾ കഷ്ടപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇത് ശരിയാവും. 3 ആഴ്ച. അത് 3 ആഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ആ ഒരു നോർമലി നമ്മുടെ ആ ഒരു ബയോളജിക്കൽ റിതം ഉണ്ടാവാനുള്ള ഒരു സമയമാണ്. അപ്പൊ കുട്ടി ഒരു 10 മണിക്ക് നമ്മൾ ഉറങ്ങണമെങ്കിൽ 9:30 ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എല്ലാം സൗണ്ടുകളൊക്കെ മാറ്റി കിടത്തണം. എന്നാ 10 മണിക്ക് ചിലപ്പോൾ 10-10:30 ആകുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോകും. അപ്പൊ നമ്മൾ 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് രാത്രിക്കത്തെ ഡിന്നർ കൊടുത്ത് കിടത്തുക. എന്നിട്ട് രാവിലെ ഒരു 6 o'clock എങ്ങാനും എഴുന്നേറ്റ് കഴിയുകയാണെങ്കിൽ 8 o'clock ആകുമ്പോഴത്തേക്ക് നല്ല വിശപ്പ് വരും. ഇത് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുന്നേക്ക് നമ്മൾ വിളിച്ചുണർത്തുന്നത് ആ ഒരു ഹറിബറി ആയിരിക്കും. എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾക്കാണെങ്കിലും പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കുട്ടിക്ക് അതിനെക്കാട്ട് കൂടുതൽ ഒരു കപകാലമായിരിക്കും. അപ്പൊ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പൊ നേരത്തെ വിളിച്ചുണർത്തിയിട്ട് ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റി ബാത്റൂമിൽ പോലും കുളിയും ജപമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ഒരു അപ്പറ്റൈസ് വരും. അഥവാ വന്നില്ലെങ്കിൽ അവിടെ അപ്പറ്റൈസർ ഉപയോഗിക്കുക. രാത്രി വല്ലാണ്ട് കഴിക്കാണ്ട് വേഗം കിടന്ന് ഉറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഉത്തരം. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു. മാം, ഞാനൊരു അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ. എനിക്ക് 28 വയസ്സായിട്ടുണ്ട്. ഒരു 40 40 കിലോയോ? അപ്പൊ എത്ര ഹൈറ്റ് ഉണ്ട്? ഹൈറ്റ് 157 സെന്റിമീറ്റർ. 157. നിങ്ങളുടെ ടാർഗറ്റ് ആയിട്ട് ഒരു 55 കിലോ എന്തെങ്കിലും വേണം. പേരെന്താ? ജംഷിദ ബാനു. ഒരു നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾ ഇപ്പൊ 40 കിലോയിലാണ് നിൽക്കുന്നത്. ഹൈറ്റ് അനുസരിച്ച് ഒരു 55 കിലോ 50-55 കിലോയിന് അറ്റ്ലീസ്റ്റ് ഒരു 10 കിലോ നിങ്ങൾ കൂടിയേ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര എന്താണ് എത്ര ശ്രമിച്ചാലും വെയിറ്റ് കൂടൂല. ഞാൻ അത് നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണോ? ഇങ്ങനെ നന്നായി ഭക്ഷണം കഴിക്കുന്ന നന്നായിട്ട് എന്ന് പറയാൻ പറ്റൂല. ഭക്ഷണം കഴിക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള ഭക്ഷണം അല്ല ഉദ്ദേശിച്ചത്. കുറച്ച് ഹെവി, കുറച്ച് അധികമായിട്ട് കഴിക്കണം. കാരണം നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞേ? 3 ആളുണ്ട്. 3 ആൾക്കൊക്കെ പാല് കൊടുക്കുന്ന പാലുള്ള കുട്ടികളുണ്ടോ? പാല് കൊടുക്കുന്ന മക്കളുണ്ടോ? ഒന്നുണ്ട്. ഒരാള് 1 വയസ്സും 1 മാസമായിട്ടുണ്ട്. 1 വയസ്സ് 1 മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ കലോറി ഭയങ്കര കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ജീവിച്ചു പോകാനുള്ള ഭക്ഷണം കഴിച്ചാൽ പോരാ. കുറച്ചുകൂടി ഹെവി ആയിട്ട് പാലുണ്ടാവുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള തടി വെക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ എല്ലാ അവകാശമുള്ള ആളാണ്. പിന്നെ എന്താണ് അത് അതിന് വേണ്ടി ഒരു ഉപേക്ഷ മനസ്സിൽ വിചാരിക്കുന്നതല്ല. ഇത് അടുത്തൊരു ഡോക്ടറെ കാണിക്കുക, വെയിറ്റും ഹൈറ്റും ഒക്കെ കാണിക്കുക, പറയാ ലാക്ടേറ്റ് അമ്മയാന്ന് പറയാ, പാലിന്റെ കാര്യം പറയാ, പ്ലസ് വെയിറ്റ് വെക്കണം. ഒരു 50 കിലോ വേണം. 55-57 വരെ ഒന്നും എത്താൻ പറയുന്നില്ല. ഒരു 50 kg 10 കിലോ. അവള് കാർഷിമേവ വരം എന്നാണ് ആയുർവേദം പറയുന്നത്. ആയുർവേദം പറയുന്നത് വെച്ചാൽ മെലിഞ്ഞിരിക്കുക എന്നുള്ളത് വരമാണ്, സൗലിനാണ് ബുദ്ധിമുട്ടെന്ന്. അപ്പൊ നിങ്ങൾ വരം ഉള്ള ആളാണ്. സോ യു ക്യാൻ ഈറ്റ് എനിത്തിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമായ രീതിയിൽ ഫോർട്ടിഫൈ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ട് നന്നായിട്ട് കഴിക്കാം. പിന്നെ പക്ഷെ എക്സസൈസ് ചെയ്യുന്നതിന് ഉപേക്ഷ കാണിക്കേണ്ട. ലാക്ടേറ്റീവ് മദർ ആണെങ്കിലും കീഗൾ എക്സസൈസ് ഒക്കെ ചെയ്യണം. കാരണം നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിശപ്പ് കൂടും. അപ്പൊ നമുക്ക് നന്നായി കഴിക്കാൻ പറ്റും. അപ്പൊ അത് ചെയ്യുക. പിന്നെ എന്തെങ്കിലും മരുന്നിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തടിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ മരുന്നുകളുണ്ട്. ലേഹ്യങ്ങളൊക്കെ ആയത് നിറയുണ്ട്. നിങ്ങൾക്ക് അത് വാങ്ങാം, കഴിക്കാം. ആയുർവേദമായിട്ടോ? ആയുർവേദത്തിൽ കഴിക്കാം. തീർച്ചയായും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയ തടിക്കാൻ പറഞ്ഞ ഈ പഞ്ചജീരക കൂടം എന്നൊക്കെ പറഞ്ഞ പരസ്യം കണ്ടില്ലേ? ഇതെല്ലാം ആയുർവേദത്തില് സൂതിക പ്രസവശേഷം കഴിക്കാൻ പറഞ്ഞ മരുന്നുകളാണ്. 16 വയസ്സുള്ള കുട്ടികൾക്ക് ശരീരാകാര വടിവിന് മരുത്വ പഞ്ചജീരക കൂടം എന്നൊക്കെ പരസ്യം കണ്ടില്ലെങ്കിൽ ഇതെല്ലാം സൂതികാചര്യം, അതായത് പ്രസവശേഷം വണ്ണം കുറഞ്ഞ ആൾക്കാർക്ക് കഴിക്കാൻ പറഞ്ഞ മരുന്നുകളാണ്. സോ യു ആർ ഇൻഡിക്കേറ്റഡ് ഡയറക്ട്ലി ഫോർ ദാറ്റ്. നിങ്ങളാണ് അത് കഴിക്കേണ്ടത്. എനിക്ക് വെയിറ്റ് കൂടാന് ഭയങ്കര ഇതാണ്. ഞാൻ 3 ഡെലിവറി കഴിഞ്ഞിട്ടും ഇപ്പൊ ഡെലിവറിന്റെ ടൈമിൽ തന്നെ ഒരു മാക്സിമം 53, ലാസ്റ്റ് ടൈമിലൊക്കെ അത്രയും കൂടുള്ളൂ. അത്രേ വരുള്ളൂ അല്ലേ? ഇപ്പൊ എനിക്ക് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഓരൊക്കാരും തടിയില്ല. ഞാൻ അങ്ങനെ പാരമ്പര്യമായിട്ട് ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, പാരമ്പര്യത്തിന് ഒരു ഫാക്ടർ ഉണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് കുറച്ച് ഇപ്പൊ 40 കിലോ എന്ന് പറയുമ്പോ ഒരു 45 കിലോയിലാണ് ഇപ്പോ ജംഷിദ എന്നല്ലേ പേര് പറഞ്ഞതിനോട്? ജംഷിദ എന്നോട് അതെ പേരെന്താ പറഞ്ഞേ? ജംഷിദ അല്ലാലോ. അപ്പൊ 45 കിലോ ഉള്ള ഒരാൾ ഇപ്പൊ നിങ്ങളിപ്പം പ്രസവ സമയത്ത് 53 കിലോ വരെ പോയിന്ന്. ഇപ്പൊ നിങ്ങൾ 1 വയസ്സും 1 മാസമുള്ള കുട്ടിയുടെ അമ്മയാണ്. നിങ്ങൾ ഒരു 45-46 കിലോ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ അത്ര ഒരു എല്ലും തോലും ആവൂലായിരുന്നു. പക്ഷെ അവിടുന്ന് താഴോട്ട് പോകുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് ഭക്ഷണവും മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ
നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും താഴോട്ട് പോകരുത്. ഒരു ലാക്ടോജൻ മദർ ഇത്രയും വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിന്റെ പാല് കൊടുക്കുന്ന ക്വാണ്ടിറ്റിക്കും ഒക്കെ അതിന് പ്രശ്നം വരും. തീർച്ചയായും നിങ്ങൾക്ക് മരുന്ന് കഴിക്കാം. എല്ലാ എക്സസൈസും ചെയ്യാൻ പറ്റും, സ്ക്വാട്സ് അങ്ങനെയൊക്കെ, പുഷപ്സ് ഒക്കെ. പുഷപ്സ് ഒന്നും വേണമെന്നില്ല. പുഷപ്പ് ഒക്കെ ഭയങ്കര ശക്തി വേണോ ഈ ബൈസെപ്സിനും കോറിനും. ആദ്യം കോറിന് സ്ട്രെങ്ത് ഉണ്ടാക്കിയാലേ യഥാർത്ഥ രീതിയിൽ പുഷപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാന് ഗർഭിണി ആയി പ്രസവിച്ച ശേഷം എനിക്ക് പണ്ടൊക്കെ എടുക്കാൻ പറ്റുന്ന പുഷപ്സ് എടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മളുടെ കോർ സ്ട്രെങ്ത് പോയി. ഒരു പ്രസവത്തോടു കൂടി ഇപ്പൊ 3 പ്രസവം ജംഷീദ പ്രസവിച്ചു കഴിഞ്ഞു. അപ്പത്തേക്കും കോർ സ്ട്രെങ്ത് ഏകദേശം പണ്ടുള്ളതിന്റെ പകുതി പോലും ഉണ്ടാവില്ല ഇപ്പൊ. അപ്പൊ കോർ സ്ട്രെങ്ത് നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കുന്ന എക്സസൈസുകൾ ആദ്യം ചെയ്യുക. അത് ഈ കീഗൽ എക്സസൈസ് കോർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും. നമ്മുടെ കീഗൽ എക്സസൈസ് ഒക്കെ ചെയ്തതിനു ശേഷം കാർഡിയക് എക്സസൈസും കോർ സ്ട്രെങ്ത് വർദ്ധിക്കുന്ന പുഷപ്സ് ഒക്കെ നമുക്ക് ചെയ്താൽ മതിയാവും. അല്ലാതെ നമ്മൾ ഇപ്പൊ പുഷപ്പിലേക്ക് പോയാല് വെറുതെ ശ്രമിക്കുകയാണ്. യഥാർത്ഥ രീതിയിൽ പുഷപ്പ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. മാം വെയിറ്റ് ലോസിന് ഏത് എക്സസൈസ് ആണ് ബെസ്റ്റ്? വെയിറ്റ് ലോസിന് ഒരു എക്സസൈസ് ബെസ്റ്റ് എന്നല്ല ഞാൻ സാധാരണ പറയില്ല. വെയിറ്റ് ലോസിന് ഒരു സൂര്യ നമസ്കാരം എന്നുണ്ട്, ഒരു 12 സ്റ്റെപ്സ് ഉണ്ട്. അതൊരു പ്രിപ്പറേറ്ററി യോഗാസന ആയിട്ടാണ് സാധാരണ യോഗകൾ ചെയ്യുക. അത് വളരെ എഫക്റ്റീവ് ആണ്. പ്ലസ് ഭുജംഗാസനം, ശലഭാസനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടമ്മീനെ മാത്രം ഓറിയന്റേറ്റഡ് ആയിട്ടുള്ള കുറച്ച്, കാരണം നമ്മൾ ലേഡീസിനെ സംബന്ധിച്ചോളം ടമ്മിയിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് അപ്പോസിഷൻ വരിക, ടമ്മി ആൻഡ് ബട്ടക്സ് അല്ലെ. അപ്പൊ അതിനെ ഓറിയന്റഡ് ആയിക്കോട്ടുള്ള എക്സസൈസുകളിൽ തുടങ്ങിയിട്ട് ബാക്കി എല്ലാം പിന്നെ നമ്മളെ കോസ്റ്റ് അനുസരിച്ച് ചെയ്യണം എന്നാണ്. ഒരു സിംഗിൾ മരുന്ന് അല്ലെങ്കിൽ സിംഗിൾ ഒരു ആസനങ്ങളല്ല, എല്ലാ സൂക്ഷ്മ വ്യായാമങ്ങളും ചെയ്യുക. പ്ലസ് സൂര്യ നമസ്കാരം ചെയ്യാം. സൂര്യ നമസ്കാരം 12 സ്റ്റെപ്പുള്ള ഒരു സൈക്ലിക് എക്സസൈസ് പ്രൊസീജിയർ ആണ്. പ്ലസ് ഭുജംഗ ആൻഡ് ശലഭ. ഭുജംഗം എന്ന് പറഞ്ഞാൽ പാമ്പിനെ പോലെയാ. പാമ്പ് ഉരകമല്ലേ, ഉരകം എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു പോകുന്ന സാധനമല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം വെൻട്രൽ സൈഡാണ് ബോഡിയിൽ ടച്ച് ആക്കുക. അങ്ങനെ ടച്ച് ആവുന്ന ഒരു ആസനയാണ് ഭുജംഗാസനം. അതുപോലെ തന്നെ ശലഭം, ഈ ബട്ടർഫ്ലൈയുടെ ഒരു ബട്ടർഫ്ലൈ പോസ് അല്ലെങ്കിൽ പിന്നെ ബട്ടർഫ്ലൈന്റെ പ്യൂപ്പ നിൽക്കുന്ന ആ ഒരു ഇതിലുള്ള കുറച്ച് ആസനങ്ങളുണ്ട്. ഇതെല്ലാമാണ് ഏറ്റവും ആദ്യം നമ്മൾ ഒബസിറ്റിക്ക് കൊടുക്കുന്ന ആസനങ്ങളായിട്ട് പറയുന്നത്. പക്ഷെ ചോദിച്ച ആള് ഒരു സിംഗിൾ ഒരു ഉത്തരം ഞാൻ പറയില്ല. എല്ലാ സൂക്ഷ്മ വ്യായാമങ്ങളും ചെയ്തിട്ടാണ് ഈ ആസനങ്ങളിലേക്ക് വരേണ്ടത്. ഇനിയുണ്ടോ മാം? ഫസ്റ്റ് പറഞ്ഞല്ലേ ഇത് വെയിറ്റ് ലോസിനുള്ള ഫസ്റ്റ് പറഞ്ഞല്ലേ യോഗന്റെ ഒരു നെയിം, അതെന്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്യും? കീഗൽ എക്സസൈസ് ആണോ? അല്ലല്ല, ഇപ്പൊ യോഗ പറയുമ്പോ ശലഭ, ഭുജംഗ, പിന്നെ അത് മറ്റൊന്ന് പറഞ്ഞല്ലോ, അതെന്താ? ശലഭ, ഭുജംഗ, സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം. ഓക്കെ, സൂര്യ ഓക്കെ, നമസ്കാരം. താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? A very useful class it was. Really loved it, mashallah. Thank you. Well explained and really enjoyed a lot. തീരെ ബോർ ആയിട്ടില്ല, വീണ്ടും പിന്നെയും കേൾക്കാൻ തോന്നുന്നുണ്ട്. Okay, thank you, സഫിയ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഹലോ ഹലോ പറയൂ. ഡോക്ടർ എവിടെ വന്നാലാ കാണാൻ പറ്റുക? മുഫീന, ഞാൻ കട്ടിപ്പാറ ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടറാണ്. ഓക്കെ. മുഫീദിന്റെ വീട് എവിടെയാ? എലൈറ്റ് വട്ടോളി. എലൈറ്റ് വട്ടോളിയാ? ഓക്കെ. ഞാൻ കട്ടിപ്പാറ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ കഴിഞ്ഞൊരു 4 വർഷത്തോളം ഇവിടെ ഉണ്ട്. ഇപ്പൊ ജനറൽ ട്രാൻസ്ഫറിന്റെ സമയമാണ്. ഏപ്രിൽ മെയ്യിൽ ചിലപ്പോൾ, അല്ല മാർച്ച് ഏപ്രില് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവും. ഏതെങ്കിലും കോഴിക്കോടൊക്കെ തന്നെ ഉണ്ടാവും. നല്ല ക്ലാസ് ആയി. താങ്ക് യു മുഫീന. ഇവിടുത്തെ അമ്മച്ചിനെ അങ്ങ് കട്ടിപ്പാറ ആണോ? അപ്പൊ ഷുവറായിട്ടും നിങ്ങൾക്ക് എന്നാലും ഇവിടെ ഈ ഫെബ്രുവരി കഴിയുമ്പോഴത്തേക്ക് വരുവാണെങ്കിൽ കാണാം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, മറ്റുള്ളവർക്കൊന്നും സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നബില മാമിനെ അറിയിച്ചു കഴിഞ്ഞാൽ മാമിനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു മാം. ഇന്ന് ക്ലാസ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കുറെ കിട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു. ഇത്രയും നല്ലൊരു ക്ലാസ് ഇതിന് മുന്നേ കിട്ടിയിട്ടില്ല. എല്ലാവരും ഒറ്റമൂലികൾ പറഞ്ഞു തരും എന്നല്ലാതെ ഇത്തരം എക്സസൈസ് ചെയ്യുമ്പോഴായാലും നമ്മുടെ BMI വെച്ചിട്ട് നമ്മൾ
നമ്മുടെ ബോഡിനെ എങ്ങനെ അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ ഫാസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞു തന്നു, ഡയറ്റ് പ്ലാനിനെ പറ്റി പറഞ്ഞു തന്നു, അതുപോലെ ഭക്ഷണങ്ങൾ ഏതൊക്കെ കഴിക്കണം, വെയിറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിന്റെ കാര്യം, PCOD-യിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥ, അതുപോലെ PCOD-നെ എങ്ങനെ വന്നവർക്ക് നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ മാമിനും ഇത് സംഘടിപ്പിച്ച പിങ്ക് ഹബിന്റെ മെമ്പേഴ്സിനും നന്ദി അറിയിക്കുന്നു. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ മാം, സീ ഗുഡ്. ഓക്കെ മാം.